ഹലോ ഓൾ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ് ഒളിമ്പ്യാഡ് സീരീസ്. സോ IOQM സീരീസിലെ കോർഡിനേറ്റ് ജോമെട്രി എന്ന ചാപ്റ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആൻഡ് കോർഡിനേറ്റ് ജോമെട്രിയിലെ ഒരു ലെക്ചർ ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ലെക്ചറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ലെക്ചറിൽ ഒരു കോർഡിനേറ്റ് പ്ലെയിനിൽ ഒരു പോയിന്റ് തന്നാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് ഒരു പോയിന്റ് തന്നാൽ ഓർഡേർഡ് പെയർ എന്താണ്, ഡിസ്റ്റൻസ് ഫോർമുല, സെക്ഷൻ ഫോർമുല എന്നൊക്കെ പറഞ്ഞ് പോയിന്റിനെ സംബന്ധിച്ചുള്ള കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഒരു കോർഡിനേറ്റ് പ്ലെയിനിൽ ഒരു ലൈന് തന്നാൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, ആ ലൈനിന് വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടോ, ആ ലൈനിനെ നമ്മൾ പോയിന്റിനെ നമ്മൾ ഓർഡേർഡ് പെയർ പോലെ എഴുതിയ പോലെ നമുക്ക് ലൈനിന് ഇക്വേഷൻ വെച്ച് എഴുതാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് മെല്ലെ ചാപ്റ്ററിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് നമുക്ക് ഒരു കോർഡിനേറ്റ് പ്ലെയിൻ ഉണ്ട്. കോർഡിനേറ്റ് പ്ലെയിനിൽ നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, അതായത് എക്സ് വൈ ഉള്ളൊരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ഓൾറെഡി പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിച്ചു അല്ലേ. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. പോയിന്റ് എങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഇനി നമുക്ക് ഒരു ലൈനിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ഈ എക്സ് വൈ എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ അവിടെ ഉണ്ടെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് AX പ്ലസ് BY പ്ലസ് C=0 എന്നൊരു ഫോമിലായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാലോ. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 3x പ്ലസ് 2y മൈനസ് 6=0 എന്നൊരു ഇക്വേഷൻ ഞാൻ എടുത്താൽ അതൊരു ലൈൻ ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്കറിയാം 3x പ്ലസ് 2y മൈനസ് 6=0 ഇതൊരു ലൈനിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും ഒന്ന് കണ്ടുപിടിച്ചാലോ. എക്സ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും, എക്സ് ഇൻ്റർസെപ്റ്റിൽ വൈൻ്റെ വാല്യൂ, അതായത് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. ഈ ഒരു പോയിന്റിൽ, അതായത് എ എന്നൊരു പോയിന്റ് ഞാൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും, വൈ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ആ വൈനെ നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എന്ത് പറയാൻ പറ്റും, 3x പ്ലസ് 2 ഇൻറ്റു 0 മൈനസ് 6=0, അല്ലാന്നുണ്ടെങ്കിൽ 3x ഈ മൈനസ് 6 അങ്ങോട്ടേക്ക് പോകുമ്പോൾ 3x =6 എന്നായിരിക്കും. x =6/3 വിച്ച് =2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാം ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2,0 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അഗെയിൻ ഈ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ബി പോയിന്റ്, ഇതിന് നമ്മൾ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയും. അതായത് ആ ലൈന് വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും, വൈ ഇൻ്റർസെക്റ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു വൈ ഇൻ്റർസെക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, എക്സിന് 0 കൊടുത്താൽ, എക്സിന് നമ്മൾ 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 ഇൻറ്റു 0 പ്ലസ് 2y മൈനസ് 6=0. 3 ഇൻറ്റു 0 0, 2y മൈനസ് 6 എന്നുള്ളത് പുറത്തേക്ക് പോകുമ്പം 2y =6, y നമുക്ക് 6/2 വിച്ച് =3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് 0 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടി. 0,3 എന്നായിരിക്കും ബി എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ 3x പ്ലസ് 2y മൈനസ് 6 എന്നുള്ള ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ 0,3 ആൻഡ് 2,0 എന്ന രണ്ട് പോയിന്റിലൂടെ കടന്നു പോകുന്നൊരു ലൈനായിരിക്കും. അപ്പോൾ ഈ ഒരു ലൈനാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്, ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ് 3x പ്ലസ് 2y മൈനസ് 6=0. ഓക്കെ, സോ ഇനി നമുക്ക് വേറൊരു പോയിന്റ് കണ്ടുപിടിക്കണം. അതായത് ഈ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് x=4 കൊടുത്താൽ, x=4 നമ്മൾ കൊടുത്താൽ 3 ഇൻറ്റു 4 പ്ലസ് 2y മൈനസ് 6=0, 12 പ്ലസ് 2y മൈനസ് 6=0, 12 മൈനസ് 6=6, 2y 12 മൈനസ് 6 പ്ലസ് 6 ആവും. പ്ലസ് 6 ഈക്വൽ സൈഡിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 6 ആവും. y -3 എന്ന് കിട്ടും. അതായത് x 4 ആണെങ്കിൽ അവിടെ y കോർഡിനേറ്റ് നമുക്ക് -3 എന്ന് പറയാൻ പറ്റും. അതായത് 1 2 3 4 ആണെങ്കിൽ ഈ ഒരു പോയിന്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും, 4,-3 ആണെന്ന് പറയാൻ പറ്റും അല്ലേ. എക്സ് കോർഡിനേറ്റ് 4ഉം വൈ കോർഡിനേറ്റ് -3 ആയിരിക്കും. അപ്പോൾ ഇവിടെ -3 ആയിരിക്കും. സോ ഇങ്ങനെ കുറേ പോയിൻറ്റ്സ് ജോയിൻ ചെയ്തിട്ടാണ് ഒരു ലൈൻ ഉണ്ടാവുന്നത്. ഇങ്ങനെ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷനിൽ ഉണ്ടാവുന്ന ഈ എക്സും 3x പ്ലസ് 2y എന്നുള്ളതിലെ എക്സും വൈയും എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പം ആ ഒരു ലൈനിലുള്ള പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് ആയിരിക്കും. ആ ലൈനിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്ത് ആ ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ടുള്ള എക്സും വൈയും ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ ഈ ഇക്വേഷൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണ് നമ്മളൊരു ലൈനിൻ്റെ ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റുക. ഓക്കെ,
ആൻഡ് ഈ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിൽ എ ബി സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും ആൻഡ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ആ ലൈനിലെ ഓരോ പോയിൻറ്റ്സിൻ്റെയും കോർഡിനേറ്റ്സ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഡെഫിനിഷനിലേക്ക് പോകാം. അതായത് സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത് എവരി 1 ഡിഗ്രി ഇക്വേഷൻ ഇൻ വാരിയബിൾസ് എക്സ് ആൻഡ് വൈ ഓൾവേസ് റെപ്രസെൻറ്റ് എ സ്ട്രേറ്റ് ലൈൻ. അതായത് 1 ഡിഗ്രിയിലുള്ള എക്സ് ആൻഡ് വൈ വാരിയബിൾസിലുള്ള ഇക്വേഷൻ ആണെങ്കിൽ നമുക്കതൊരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിൽ എയും ബിയും 0 ഒരുമിച്ച് 0 ആവാനും പറ്റില്ല. അതാണ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് എ ഇസ് വൈ ഈക്വൽ ടു എ. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ഒരു കോർഡിനേറ്റ് ആക്സിസിൽ എക്സ് ഉണ്ട് വൈ ഉണ്ട്. സോ ഇതിൽ ഞാൻ എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാം ഈ ഒരു എക്സ് ആക്സിസിൽ വൈൻ്റെ കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലേ. എക്സ് ആക്സിസിൽ വൈൻ്റെ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എക്സ് ആക്സിസിനോട് പാരലായിട്ട് എ ഡിസ്റ്റൻസിൽ ഒരു ലൈൻ ഉണ്ട്. അതായത് എ ഡിസ്റ്റൻസിൽ ഒരു ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് ആക്സിസിൻ്റെ മുകളിലേക്കും വരയ്ക്കാൻ പറ്റും, എ ഡിസ്റ്റൻസിൽ താഴേക്കും വരയ്ക്കാൻ പറ്റും അല്ലേ. എക്സ് ആക്സിസിൽ എ ഡിസ്റ്റൻസിൽ ഒരു ലൈൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം മുകളിലേക്കും നമുക്ക് വരയ്ക്കാൻ പറ്റും, താഴേക്കും എ ഡിസ്റ്റൻസിൽ വരയ്ക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ മുകളിലത്തെ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു എ ആയിരിക്കും. കാരണം എന്താ, ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, ഇവിടെ അതേപോലെ എന്തായിരിക്കും മൈനസ് എ ആണ്. കാരണം എന്താ, ഡിസ്റ്റൻസ് ഇവിടെ എ ആണ്, ഇവിടെയും എ ആണ്. അപ്പോൾ ഇവിടുത്തെ ഇത് ഒറിജിനാണ്, ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എ ആയിരിക്കും, ഇവിടുത്തെ വൈ കോർഡിനേറ്റ് മൈനസ് എ ആയിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു എ എന്നായിരിക്കും. ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു മൈനസ് എ എന്നായിരിക്കും അല്ലേ. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ലൈനിൻ്റെ ഇക്വേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എക്സ് ആക്സിസ്, ഈ ഒരു എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനാണല്ലോ, ആ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് വൈ ഈക്വൽ ടു 0. എക്സ് ആക്സിസിൻ്റെ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം എക്സ് ആക്സിസിൽ ഫുള്ളായിട്ട് വൈ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അങ്ങനെയാണ് അതിൻ്റെ ഒരു ലോജിക്ക് വരുന്നത്. സോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് അറ്റ് ഡിസ്റ്റൻസ് എ ഈസ് വൈ ഈക്വൽ ടു എ ഓർ വൈ ഈസ് ഈക്വൽ ടു മൈനസ് എ ആൻഡ് ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം കാര്യം നമ്മൾ വൈ ആക്സിസിൽ നമ്മൾ നോക്കുകയാണെങ്കിലോ, വൈ ആക്സിസിൽ നമ്മൾ നോക്കുമ്പോൾ സെയിം നമുക്ക് പറയാൻ പറ്റും എക്സ് വൈ ആക്സിസിനോട് പാരലായിട്ട് 2 ലൈൻസ് ഉണ്ട്, ഒറിജിൻ ഉണ്ട്. വൈ ആക്സിസിനോട് പാരലായിട്ട് ബി ഉണ്ട്. സെയിം നമുക്ക് നെഗറ്റീവ് ഈ എക്സ് ആക്സിസ് ഡയറക്ഷനിലും ബി ഉണ്ട് എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ 2 ലൈനിൻ്റെ ഇക്വേഷൻ നേരത്തെ അതേ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണെന്ന്. ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു ബി ആയിരിക്കും ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ആയിരിക്കും. കാരണം എന്താ, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ബി ആണ്, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് മൈനസ് ബി ആണ് അല്ലേ. ഇവിടെ ഒറിജിൻ ഉണ്ട് 0 0 എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അഗെയിൻ നമ്മൾ വൈ ആക്സിസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ ആക്സിസിൻ്റെ ഇക്വേഷൻ അപ്പോൾ എന്തായിരിക്കും? നമുക്ക് പറയാൻ പറ്റും എക്സ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. കാരണം വൈ ആക്സിസിൽ എക്സ് വാല്യൂ എപ്പോഴും 0 ആണ്. സോ വൈ ആക്സിസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു വൈ ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ബി ഈസ് എക്സ് ഈക്വൽ ടു ബി ഓർ എക്സ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയാൻ പറ്റും. ഇക്വേഷൻ ഓഫ് വൈ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഇക്വേഷനിൽ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ജനറൽ ഒരു ഇക്വേഷൻ്റെ ഒരു ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആയിരിക്കും. വേർ എ ബി സി ആർ കോൺസ്റ്റൻസ് ആൻഡ് എക്സ് ആൻഡ് വൈ എന്തായിരിക്കും? ആ ഒരു ലൈനിലുള്ള പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ്. ആ ലൈനിൽ നമ്മളൊരു പോയിൻ്റ് എടുത്താൽ അതിൻ്റെ എക്സ് വൈ കോർഡിനേറ്റ്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഇക്വേഷനിലെ എക്സ് വൈ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു ലൈനിൻ്റെ പ്രോപ്പർട്ടി പഠിക്കുന്നതാണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും ഒരു ചെരിവാണല്ലേ. ഒരു ലൈനിൻ്റെ ചെരിവിന് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു ലൈനിൻ്റെ സ്റ്റീപ്നെസ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഒരു ലൈന് കിടക്കുന്നത് എങ്ങനെയാണ്? ഒരു കോർഡിനേറ്റ് ആക്സിസ് ഉണ്ട്. അപ്പോൾ ഈ ആക്സിസിൽ നമുക്ക് പറയാൻ പറ്റും എക്സ് വൈയിൽ ഈ പോസിറ്റീവ് എക്സ് ഡയറക്ഷനില്ലേ, ഈ പോസിറ്റീവ് എക്സ് ഡയറക്ഷനുമായിട്ട് ഒരു ലൈൻ ഉണ്ടാക്കുന്ന ആ ഒരു ചെരിവിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്ലോപ്പാന്ന് പറയാൻ പറ്റും. ഇവിടെ ഒരു ലൈന് ഇങ്ങനെ ഒരു ചെരിവുണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും സ്ലോപ്പ് ആ ലൈൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതായത് ഒരു ലൈന്
എക്സ് ആക്സിസുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. അപ്പം എക്സ് ആക്സിസിനോട് കോയിൻസൈഡ് ചെയ്ത് കിടക്കുകയാണ്, ഇതാണ് എക്സ് ആക്സിസ്, ഇത് ആ ഒരു ലൈന് കോയിൻസൈഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ എക്സ് ആക്സിസ് അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 എന്ന് പറയാൻ പറ്റും. ഇനി ആ ഒരു ലൈന് നമ്മളിങ്ങനെ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ കുറച്ചൊന്ന് മുകളിലേക്ക് ഉയർത്തിയാൽ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ സ്ലോപ്പ് കുറച്ചൊന്ന് കൂടുതലായിരിക്കും, 0-ൽ നിന്നും കുറച്ച് കൂടുതലായിരിക്കും. എഗെയിൻ നമ്മൾ ആ ലൈൻ കുറച്ചും കൂടി നമ്മൾ ഇങ്ങനെ പൊന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് പിന്നെയും കൂടി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പിനേക്കാൾ കൂടുതലായിരിക്കും ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സ്ലോപ്പിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. എഗെയിൻ നമ്മൾ എങ്ങനെ ഈ സ്ലോപ്പിനൊരു വാല്യൂ എങ്ങനെ നമ്മൾ കൊടുക്കും, വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, അതിനാണ് നമുക്ക് ഈ ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് നമുക്ക് ടാൻ തീറ്റ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ, സ്ലോപ്പ് ടാൻ തീറ്റ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ആ ഒരു സ്ലോപ്പിനെ നമ്മൾ എം എന്ന് വിളിക്കും. അപ്പം സ്ലോപ്പ് എം ഈസിക്കൽ ടാൻ തീറ്റ എന്ന് പറയാൻ പറ്റും. ടാൻ തീറ്റ ആണെങ്കിൽ നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണല്ലേ. അപ്പോൾ ഒരു തീറ്റയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും, അഡ്ജസൻ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ എഗെയിൻ ഈ ഒരു ലൈനിൽ തന്നെ കുറച്ച് സ്ലോപ്പ് കൂടി എന്ന് നമ്മൾ പറയുക എപ്പോഴാണ്, ഓപ്പോസിറ്റ് കൂടുതലാവുമ്പോൾ എന്ത് പറയാൻ പറ്റും, ടാൻ തീറ്റ കൂടി, അല്ലാന്നുണ്ടെങ്കിൽ സ്ലോപ്പ് കൂടി അല്ലേ, ഇൻക്രീസ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലൈനിനേക്കാൾ സ്ലോപ്പ് ഉണ്ടായിരിക്കും ഈ ഒരു ലൈൻ എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് 2 പോയിൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഒരു ലൈൻ എന്ന് പറയുന്നത് ലൈനിലെ 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലൈനിൻ്റെ ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യാം. ഒരു ലൈനിലെ 2 പോയിൻറ്റ്സ് തന്നു. ഏതൊക്കെയാണ് ആ പോയിൻറ്റ്സ്, x1 y1 എന്ന പോയിൻറ്റ്സും തന്നു, x2 y2 എന്ന 2 പോയിൻറ്റ്സ് നമുക്ക് തന്നാൽ ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് അല്ലാന്നുണ്ടെങ്കിൽ എം ഇ എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു, നമ്മൾ ടാൻ തീറ്റ എന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഈ ഒരു ആംഗിൾ എക്സ് ആക്സിസുമായിട്ട് തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ ആണ് സ്ലോപ്പ് എന്ന് നമ്മൾ കണ്ടു. എഗെയിൻ നമുക്ക് പറയാൻ പറ്റും എന്ത്, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ നമ്മൾ ഈ എക്സ് ആക്സിസിനോട് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചു, വൈ ആക്സിസിനോട് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ആംഗിളും തീറ്റ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് x2 ആണ് അല്ലേ. ഈ ഒരു പോയിൻ്റ് x2 y2 ആണെങ്കിൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് x2 ആണ്, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് y2 ആണ്. ഇവിടെയും എക്സ് കോർഡിനേറ്റ് എന്നത് എന്താണ്, x1 ആണ്, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് y1 ആണ്. സോ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റും, y2 മൈനസ് y1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ അല്ലേ. ഈ ഒരു ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. ഇത് y2 ഇത് y1 ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് y2 മൈനസ് y1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്താ, x2 മൈനസ് x1 അല്ലേ. ഇത് തന്നെ ആയിരിക്കില്ലേ ഇതും, ഇത് x2 മൈനസ് x1 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്നുള്ളത് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണെന്ന് നമുക്കറിയാം. സോ നമുക്ക് പറയാൻ പറ്റും ഇവിടുത്തെ ടാൻ തീറ്റ എന്ന് പറയുന്നത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആയിരിക്കും അല്ലേ. x2 മൈനസ് x1 ആയിരിക്കും. y2 മൈനസ് y1 ആണ് ഇവിടുത്തെ ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. എഗെയിൻ അഡ്ജസൻ്റ് എന്ന് പറയുന്നത് x2 മൈനസ് x1 ആണ്. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എം ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ 2 പോയിൻറ്റ്സ് തന്നാൽ 2 പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നാൽ നമുക്ക് സ്ലോപ്പ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ചെയ്താൽ മതി. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറയുന്നത് ഇഫ് എ ഗിവൺ ലൈൻ മേക്സ് ആൻ ആംഗിൾ, ഒരു ആംഗിൾ ഉണ്ടാക്കുകയാണ് തീറ്റ എന്ന് പറയുന്നത്. ആ തീറ്റ എന്ന് പറയുന്നത് 0-ൻ്റെയും 180-ൻ്റെയും ഇടയിൽ കിടക്കണം, 0 to 180-ൻ്റെ ഇടയിൽ കിടക്കണം. എഗെയിൻ തീറ്റ നോട്ട് ഈക്വൽ ടു 90 എന്ന് പറഞ്ഞിട്ടുണ്ട്. തീറ്റ 90 ആവാൻ പാടില്ല. തീറ്റ 90 ആവാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താ, തീറ്റ 90 ആവുകയാണെങ്കിൽ, തീറ്റ 90 എന്ന് പറയുമ്പോൾ ഇത് എക്സ് ആൻഡ് വൈ ആണെങ്കിൽ നമുക്കൊരു ലൈനുണ്ട്. ആ ഒരു ലൈന് എക്സ് ആക്സിസ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് നമ്മൾ പഠിച്ചു. അത് 90 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കും ആ ലൈൻ വരെ അല്ലേ. അപ്പോൾ ഈ ഒരു തീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ടാൻ 90 എന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈനിന് സ്ലോപ്പും ഡിഫൈൻഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലൈനിലെ സ്ലോപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഈ ഒരു തീറ്റ 90 ആയാൽ ടാൻ തീറ്റ നോട്ട് എക്സിസ്റ്റിംഗ് ആണ്. സോ സ്ലോപ്പും എക്സിസ്റ്റിംഗ് അല്ല എന്ന് പറയാൻ പറ്റും.
സോ ഗിവൺ ലൈൻ മേക്സ് ആൻ ആംഗിൾ വിത്ത് ദി പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ വിൽ ബി ടാൻ തീറ്റ ആൻഡ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ ദി ലെറ്റർ എം. എം എന്ന ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. സ്ലോപ്പ് എം ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് പറഞ്ഞു. അഗെയിൻ രണ്ട് പോയിന്റ്സ് നമുക്ക് തന്നു, എ ആൻഡ് ബി എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സ് നമുക്ക് തന്നാൽ നമുക്ക് പറയാൻ പറ്റും സ്ലോപ്പ് ഓഫ് എ ലൈൻ ഈസ് എ ബി ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്നൊരു സ്ലോപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പം നമ്മൾ കണ്ടു ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എം ഡസ് നോട്ട് എക്സിസ്റ്റ് ആൻഡ് ലൈൻ ഈസ് പാരലൽ ടു വൈ ആക്സിസ്. തീറ്റ 90 ആണെങ്കിൽ ലൈന് വൈ ആക്സിസിന് പാരലലും ആയിരിക്കും, അതിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0 എം ഈസ് ഈക്വൽ ടു 0, അതായത് തീറ്റ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, അതായത് ഒന്നെങ്കിൽ എക്സ് ആക്സിസിനോട് കോയിൻസൈഡിങ് ആയിട്ടുള്ള ഒരു ലൈൻ അല്ലാന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസിനോട് പാരലൽ ആയിട്ടൊരു ലൈൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ആ ലൈനും എക്സ് ആക്സിസും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പം തീറ്റ 0 ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 തന്നെ ആയിരിക്കും. എക്സ് ആക്സിസിനോട് പാരലലായിട്ട് കിടക്കുന്നതാണെങ്കിലും ആ ഒരു ആംഗിൾ എന്ന് അവിടെ പറയുന്നത് 0 ആയിരിക്കും. സോ ടാൻ തീറ്റ ഈസ് 0, സ്ലോപ്പ് ഈസ് 0. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ലെറ്റ് m1 ആൻഡ് m2 ബി സ്ലോപ്സ് ഓഫ് ടു ഗിവൺ ലൈൻസ്, നൺ ഓഫ് ദം ഈസ് പാരലൽ ടു വൈ ആക്സിസ്. ഓക്കെ, രണ്ട് ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ലൈൻസ്? ഇത് എക്സും വൈയും ഉണ്ട്, ആക്സ് കോർഡിനേറ്റ് ആക്സിസ് ഉണ്ട്. അഗെയിൻ ലൈൻസ് എന്ന് പറഞ്ഞ് m1 ആൻഡ് m2 എന്ന് പറഞ്ഞാൽ സ്ലോപ്സ് ഓഫ് ടു ലൈൻസ് എന്ന് തന്നിട്ടുണ്ട്. അതായത് അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ലൈൻസ് ആർ പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു രണ്ട് ലൈൻസ് പാരലലാണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് m1 ആയിരിക്കും, ഇതിൻ്റെ സ്ലോപ്പ് m2 ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ഇത് രണ്ടും പാരലലാണെങ്കിൽ രണ്ടിൻ്റെയും സ്ലോപ്പ് m1 ഈസ് ഈക്വൽ ടു m2 ആയിരിക്കും. എന്താണ് അതിന് കാരണം? കാരണം എന്ന് വെച്ചാൽ ഈ രണ്ട് ലൈനും ഈ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും അല്ലേ. രണ്ട് ലൈനും പാരലൽ ആയതുകൊണ്ട് തന്നെ എക്സ് ആക്സിസും ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ലൈന് പാരലൽ ആണെങ്കിൽ രണ്ട് ലൈനിൻ്റെയും സ്ലോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഓക്കെ, രണ്ട് ലൈന് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, അഗെയിൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ ഉണ്ട്, ഈ ആംഗിൾ 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് m1ഉം m2ഉം ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും m1 ഇൻറ്റു m2 എന്ന് പറയുന്നത് -1 ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇഫ് ദ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ m1 ഇൻറ്റു m2 ഈസ് ഈക്വൽ ടു -1 ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, രണ്ട് ലൈന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഇനി രണ്ട് ലൈൻസിൻ്റെ സ്ലോപ്സിൻ്റെ m1 ഇൻറ്റു m2 രണ്ട് സ്ലോപ്സിൻ്റെ പ്രൊഡക്റ്റ് -1 ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, തിരിച്ചും നമുക്ക് പറയാൻ പറ്റും. സോ നെക്സ്റ്റ് നമുക്ക് കണ്ടീഷൻസ് ഫോർ കൊളീനിയറിറ്റി ഓഫ് 3 പോയിൻറ്റ്സ്. 3 പോയിൻറ്റ്സ് കൊളീനിയർ ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ 3 പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ABC എന്ന് പറഞ്ഞ 3 പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു 3 പോയിൻ്റ് ഒരു ലൈനിലാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഈസ് 0. അതായത് ഈ 3 ലൈന് തമ്മിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ 0 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ട്രയാങ്കിൾ വരച്ചാൽ ABC എന്ന് പറഞ്ഞാൽ 3 പോയിൻറ്റ്സ് ഉണ്ടാവും അല്ലേ. ABC എന്ന 3 പോയിൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 3 പോയിൻറ്റ്സും ഒരിക്കലും എന്താവില്ല, കൊളീനിയർ ആവില്ല. അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഈ 3 പോയിൻറ്റ്സും ഒരിക്കലും കൊളീനിയർ ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ കൊളീനിയർ ആയിട്ടുള്ള 3 പോയിൻറ്റ്സ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ 3 പോയിൻറ്റ്സും ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കില്ല. അങ്ങനെയാണെങ്കിൽ ആ 3 പോയിൻറ്റ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൽ നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC, അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 3 വേർട്ടിസസ് തന്നിട്ടുണ്ട് ABC എന്ന് പറഞ്ഞിട്ട് x1 y1 x2 y2 x3 y3 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും. ഏരിയ ഓഫ് ദാറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു x1 y1 1 x2 y2 1 x3 y3 1 ആയിരിക്കും. ഇതാണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ 0നോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, x1 y1 1 x2 y2 1 x3 y3 1. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ നമുക്ക് 0 എന്ന വാല്യൂ കിട്ടും. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്. ആ ഒരു 3 പോയിൻറ്റ്സ് ഉണ്ടാക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അഗെയിൻ സെക്കൻഡ് കണ്ടീഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സ്ലോപ്പ് ഓഫ് AB ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് BC ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് AC. അതായത് 3 പോയിൻറ്റ്സ് ഉണ്ട്, ABC നമ്മൾ പറഞ്ഞു,
അപ്പോൾ ഈ സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഈ എ ബി എന്നൊരു ലൈൻ സെഗ്മെൻറ്റിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നതും ഈ ബി സി എന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ സ്ലോപ്പ് M1 M2 എന്ന് നമ്മൾ കൊടുത്താൽ ഈ എ സി എന്ന ലൈൻ സെഗ്മെൻറ്റിൻ്റെ സ്ലോപ്പ് M3 എന്ന് കൊടുത്താൽ എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത് കണ്ടീഷൻ? M3 എന്ന് കൊടുത്താൽ കണ്ടീഷൻ എന്ന് പറയുന്നത് പറയാൻ പറ്റും M1 = M2 = M3 ആയിരിക്കണം. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 3 പോയിന്റ്സ് കൊളീനിയർ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ സെയിം ലൈനിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സ്ലോപ്പ് ഓഫ് എ ബി സ്ലോപ്പ് ഓഫ് ബി സി സ്ലോപ്പ് ഓഫ് എ സി, ദാറ്റ് ഈസ് y2 - y1 / x2 - x1, y3 - y2 / x3 - x2, y3 - y1 / x3 - x1. അതായത് 3 പോയിന്റ്സിൻ്റെയും കോർഡിനേറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ കോർഡിനേറ്റ്സ് തന്നാൽ ആ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. y2 - y1 / x2 - x1 എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ആ ഇക്വേഷൻ വെച്ചിട്ട് 3 ലൈനിൻ്റെയും സ്ലോപ്പ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ആണെങ്കിൽ ആ 3 ലൈനും കൊളീനിയർ ആണ്. തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 ഗിവൺ പോയിന്റ്സ്. 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇഫ് ദ തേർഡ് പോയിന്റ് സാറ്റിസ്ഫൈസ് ദ ഗിവൺ ഇക്വേഷൻ ഓഫ് ദ ലൈൻ, ദെൻ 3 പോയിന്റ്സ് ആർ കൊളീനിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ലൈൻ ഉണ്ട്, ഇതിൽ 2 പോയിന്റ്സ് x2 y2 എന്നെടുത്തു, ഞാൻ ഇവിടെ x1 y1 എന്നെടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ലോപ്പല്ല, ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ax + by + c = 0 എന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? ഈ 2 പോയിന്റ്സും ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ax1 + by1 + c എന്ന് പറയുന്നത് 0 എന്ന് എഴുതാൻ പറ്റും. ax2 + by2 + c എന്ന് പറയുന്നത് നമുക്ക് 0 എന്ന് എഴുതാൻ പറ്റും. എഗെയിൻ അവിടെ ഒരു 3ാമത് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു, x3 y3. ഈ ഒരു സെയിം പോയിന്റും ഇത് നമുക്ക് എ ബി സി എന്നെടുക്കാം. അപ്പം ഈ ഒരു സി എന്നുള്ള പോയിന്റും ax3 + by3 + c = 0. ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ എ ബി സി ആർ കൊളീനിയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എ ബി സി ആർ കൊളീനിയർ എന്ന് പറയാൻ പറ്റും. അതായത് 2 പോയിന്റ്സ് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, 3ാമതൊരു പോയിന്റും ആ ലൈനിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 3 പോയിന്റ്സ് ആർ കൊളീനിയർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു 3 കണ്ടീഷൻസാണ് നമ്മൾ പഠിച്ചത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി 0 ആയിരിക്കണം, 3 പോയിന്റ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എ ബി സി എന്ന 3 പോയിന്റ്സിൽ എ ബി എന്ന ലൈനിൻ്റെയും ബി സി എന്ന ലൈനിൻ്റെയും എ സി എന്ന ടോട്ടൽ ലൈനിൻ്റെയും സ്ലോപ്പ് ഈക്വൽ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ 2 പോയിന്റ്സ് എ ബിയും തമ്മിൽ ഉണ്ടാക്കുന്ന ലൈനിൻ്റെ ഇക്വേഷനിൽ തേർഡ് പോയിന്റ് ആയിട്ടുള്ള സി എന്ന പോയിന്റ് ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു ax + by + c = 0 എന്ന ലൈനിൻ്റെ ഇക്വേഷൻ അതൊരു ജനറൽ ഫോമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പല ടൈപ്പ് ഇക്വേഷൻസ് നമുക്ക് ലൈനിന് പറയാൻ പറ്റും. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോംസ് ഓഫ് ഇക്വേഷൻസ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഒരു ലൈനിൻ്റെ ഇക്വേഷന് പല ടൈപ്പുള്ള സ്റ്റാൻഡേർഡ് ഫോംസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നതാണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിൽ എന്താ പറയുന്നത്? ലെറ്റ് എം ബി ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ ആൻഡ് സി ഇറ്റ്സ് ഇൻ്റർസെപ്റ്റ്. എം എന്ന് പറഞ്ഞ ഒരു ലൈൻ ഉണ്ട്, എം എന്ന് പറഞ്ഞ സ്ലോപ്പായിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്. സി എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസുമായിട്ട് ആ ലൈൻ ഉണ്ടാക്കുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അഗെയിൻ ദെൻ ദ ഇക്വേഷൻ ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ ഈസ് റിട്ടൺ ആസ് y = mx + c. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ലൈനിൻ്റെ ഇക്വേഷൻ y = mx + c എന്ന് എഴുതാൻ പറ്റും. ഇഫ് ലൈൻ പാസസ് ത്രൂ ദി ഒറിജിൻ ഇറ്റ്സ് ഇക്വേഷൻ ഈസ് റിട്ടൺ ആസ് y = mx എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു എക്സ് ആൻഡ് വൈ പ്ലെയിൻ എടുത്തു, എക്സ് വൈ പ്ലെയിൻ എടുത്തു, നമ്മളൊരു ലൈൻ അതിൽ വരച്ചു. നമുക്കറിയാം ഇതിൽ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താ? വൈ ഇൻ്റർസെപ്റ്റ് ആയിട്ടുള്ള 0,c എന്ന പോയിന്റ് ഉണ്ട്. ഓക്കെ, 0,c എന്നുള്ള പോയിന്റ് നമ്മളെടുത്തു. സി എന്ന് പറയുന്നത് വൈ ആക്സിസിലെ ഏതൊരു പോയിന്റും ആവാം. ആ ഒരു പോയിന്റ് നമ്മൾ 0,c എന്നെടുത്തു. അഗെയിൻ നമ്മൾ വേറൊരു പോയിൻ്റായിട്ട് x,y എന്നുള്ളൊരു പോയിന്റ് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എന്നത് എന്തായിരിക്കും? m = നമ്മൾ പഠിച്ചു y2 - y1 / x2 - x1 ആണ്. y2 - y1 / x2 - x1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സ് കോമ വൈ ആണ്. സോ വൈ മൈനസ് ഇവിടെ 0 കോമ സി സി വൈ മൈനസ് സി ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് സി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എം ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 0 ആണ് ഇവിടുത്തെ ഈ ഒരു പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് എക്സ് കോമ 0 എന്ന് എഴുതാൻ പറ്റും. എഗെയിൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, വൈ ഈസ് ഈക്വൽ ടു എം ഈസ് ഈക്വൽ ടു വൈ മൈനസ് സി ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എഴുതാൻ പറ്റും. വൈ മൈനസ് സി ഈസ് ഈക്വൽ ടു എം എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വൈ മൈനസ് സി ഈസ് ഈക്വൽ ടു എം എക്സ് എന്ന് എഴുതാൻ പറ്റും. വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എം എക്സ് പ്ലസ് സി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുന്നത്. സ്ലോപ്പിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം വൈ ആക്സിസിൽ 0,3 എന്നൊരു പോയിൻ്റും തന്നിട്ടുണ്ട്. സ്ലോപ്പ് എന്ന് പറയുന്നത് 1/2 ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ എം ഈസ് ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു ലൈനിൻ്റെ ഇതാണ് ലൈന്. ഓക്കെ, സോ വൈ ആക്സിസിൽ ഒരു പോയിന്റ് തന്ന് 0,3 എന്ന പോയിന്റും തന്ന് അതിൻ്റെ ലൈനിൻ്റെ സ്ലോപ്പ് 1/2 എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് എഴുതാൻ പറ്റും. വൈ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് എം എക്സ് പ്ലസ് സി ആണ് ഇക്വേഷൻ വരുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും വൈ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് പ്ലസ് സി എന്താണ്, വൈ ഇൻ്റർസെപ്റ്റ് ആണ്. ഇവിടെ വൈ ഇൻ്റർസെപ്റ്റ് തന്നിട്ടുള്ളത് 0,3 എന്ന പോയിൻ്റാണ്. സോ നമുക്ക് 3 എന്ന് എഴുതാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ നമുക്ക് മാറ്റിയിട്ട് വൈ ഈസ് ഈക്വൽ ടു 1/2 എക്സ് പ്ലസ് 3 എന്നുള്ളതാണ്. സോ 2y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് 6 ആയിരിക്കും അല്ലേ. 2 വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡിലും 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ 2y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 6 എന്നൊരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് 2y പ്ലസ് 6 ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെയൊക്കെ എഴുതിയാലും സെയിം തന്നെയാണ്, ആ ഒരു ലൈനിൻ്റെ ഇക്വേഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോം എന്ന് പറയുന്നത്, അതായത് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്ന ഫോം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, നമ്മളോട് ചോദിക്കുകയാണ് എം എന്ന് പറയുന്ന സ്ലോപ്പും തന്നിട്ടുണ്ട് വൈ ഇൻ്റർസെപ്റ്റും അവിടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നൊരു ഇക്വേഷനിലേക്ക് നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് ആ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കിട്ടും. അഗെയിൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇഫ് ദ ലൈൻ പാസസ് ത്രൂ ദ ഒറിജിൻ ഇറ്റ്സ് ഇക്വേഷൻ ഈസ് വൈ ഈക്വൽ ടു എം എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറിജിനിലൂടെ ആ ലൈൻ പോവാന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? ഓക്കെ, ഇവിടെ ഇതാണ് ഒറിജിൻ എന്ന് പറയുന്നത്. ഒറിജിനിലൂടെ ആ ലൈന് പോവാന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നൊരു ഇക്വേഷനിൽ സി എന്നൊരു പാർട്ട് 0 ആയിട്ട് മാറും അല്ലേ, വൈ ഇൻ്റർസെപ്റ്റ് 0 ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു ഇക്വേഷൻ്റെ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഈക്വൽ ടു എം എക്സ് എന്നാവും. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ ഒരു ഫോം എന്ന് പറയുന്നതാണ് പോയിൻ്റ് സ്ലോപ്പ് ഫോം എന്ന് പറയുന്നത്. പോയിൻ്റ് സ്ലോപ്പ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ, ഇഫ് എം ബി ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ ആൻഡ് ഇറ്റ് പാസസ് ത്രൂ എ പോയിന്റ് x1 y1 then its equation is written as y minus y1 is equal to m into x minus x1. ഈ ഒരു ഇക്വേഷൻ എങ്ങനെ കിട്ടുന്നത്, ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു ആക്സസ് തന്നിട്ടുണ്ട്, എക്സ് വൈ എന്ന ആക്സസ് തന്നിട്ടുണ്ട്, ഒറിജിൻ ഉണ്ട്, ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിലെ രണ്ട് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് x1, y1 ആണ് എടുത്തു, മറ്റൊരു പോയിൻ്റ് x, y എന്ന് നമ്മൾ ഒരു റെഫറൻസ് പോയിൻ്റ് ആയിട്ട് എടുത്താൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എം ഈസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും y1, ഈ ഒരു പോയിൻറ്റും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ y1 മൈനസ് ഈ ഒരു പോയിൻറ്റിലെ y എന്ന് പറയുന്നത് y1 മൈനസ് y ബൈ x1 മൈനസ് x എന്ന് പറയാൻ പറ്റും അല്ലേ. നമ്മൾ ഫോർമുല പഠിച്ചിട്ടുള്ളത് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് xy, ഒരു പോയിൻ്റ് xyയും ഒരു പോയിൻ്റ് x1 y1 ആയതുകൊണ്ട് നമ്മൾ സ്ലോപ്പ് എന്നത് y1 മൈനസ് y ഡിവൈഡഡ് ബൈ x1 മൈനസ് x എന്ന് എഴുതി. ഇതിനെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ y1 മൈനസ് y ഈസ് ഈക്വൽ ടു എം ഇൻറ്റു x1 മൈനസ് x എന്ന് എഴുതാൻ പറ്റും അല്ലേ. y1 മൈനസ് y എന്നുള്ളത് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു x1 മൈനസ് x. അപ്പോൾ ഇതാണ് പോയിൻ്റ് സ്ലോപ്പ് ഫോമിൽ പറയുന്നത്. പോയിൻ്റ് സ്ലോപ്പ് ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, പോയിൻ്റ് സ്ലോപ്പ് ഫോം എന്ന് പറയുന്നത് ഒരു ലൈനിൻ്റെ സ്ലോപ്പും നമുക്ക് തന്നു, ആ ലൈനിലെ ഒരു പോയിൻ്റ് x1 y1 എന്ന ഒരു പോയിൻറ്റും ഒരു സ്ലോപ്പും നമുക്ക് കിട്ടി, ഒരു പോയിൻറ്റും നമുക്ക് കിട്ടിയാൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫോമുല യൂസ് ചെയ്യാം. y മൈനസ് y1 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. നേരത്തെ നമ്മൾ പറഞ്ഞത് സ്ലോപ്പും y ഇൻ്റർസെപ്റ്റും തന്നാലുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടു, y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി കണ്ടു. ഇനി സ്ലോപ്പും ആ ഒരു ലൈനിലെ ഒരു പോയിൻ്റുമാണ് നമുക്ക് തന്നിട്ടുള്ളെങ്കിൽ y മൈനസ് y1 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1 എന്ന ഫോമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഒരു
ഫോം എന്ന് പറയുന്നത് 2 പോയിൻറ്റ് ഫോമാണ്. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 പോയിൻറ്റ്സ്. നമുക്ക് 2 പോയിൻറ്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്നത് എന്തായിരിക്കും എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എങ്ങനെ എത്താന്ന് വെച്ചാൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു. നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? x1 y1 എന്നൊരു പോയിൻറ്റും x2 y2 എന്നുള്ളൊരു പോയിൻറ്റുമാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് m = y2 - y1 / x2 - x1 ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം നേരത്തെ കണ്ട പോയിൻ്റ് സ്ലോപ്പ് ഫോം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും y - y1 = m × x - x1 അല്ലേ? ഈ ഒരു പോയിൻ്റ് സ്ലോപ്പ് ഫോം നമ്മൾ നേരത്തെ കണ്ടു. y - y1 = m × x - x1. അപ്പോൾ നമ്മൾ ഇതിൽ എമ്മിന് പകരം ഈ 2 പോയിൻ്റ് വെച്ചിട്ടുള്ള m നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും y - y1 = y2 - y1 / x2 - x1 × x - x1. ഓക്കെ, സോ ഈ ഒരു ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 2 പോയിൻ്റ് ഫോം എന്ന് പറയുന്നത്. ഒരു ലൈനിലെ 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. x1 y1 എന്ന പോയിൻറ്റും x2 y2 എന്ന പോയിൻറ്റ്സും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് പറയാൻ പറ്റും? y - y1 = y2 - y1 / x2 - x1 × x - x1. അതായത് നമുക്ക് 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. 4,5 തന്നിട്ടുണ്ട്. 2,8 എന്ന 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 2 പോയിൻറ്റ്സിലൂടെ കടന്നു പോകുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കറിയാം y - y1 = y2 - y1 / x2 - x1 × x - x1 അല്ലേ? ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഈ 2 പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും y - 5 = y2 എന്ന് പറയുന്നത് 8 - y1 5 ആണ് / x2 എന്ന് പറയുന്നത് 2 - x1 = 4 പറയാം ഇൻറ്റു എന്ത് പറയാൻ പറ്റും? x - x1 ആണ്. x - x1 എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ y - 5 = 3/2 - 4 is -2 × x - 4. അപ്പം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും -2 × y - 5 = 3 × x - 4 -2y + 10 = 3x - 12. നമുക്ക് പറയാം 3x + 2y. 2y അപ്പുറത്തേക്ക് പോകുമ്പോൾ 3x + 2y. ഇവിടെ -12 ഉണ്ട്. 10 ഇങ്ങോട്ട് വരുമ്പോൾ -10 ആവും. -22 = 0. ഇതായിരിക്കും ഈ ഒരു 2 പോയിൻറ്റ്സിലൂടെ കടന്നു പോകുന്ന ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇതേ സെയിം സംഭവം നമുക്ക് ഒരു ഡിറ്റർമിനൻ്റ് ഓഫ് x1 y1 1 x2 y2 1 x y1 = 0 ഈ ഒരു ഡിറ്റർമിനൻറ്റിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 4,5 2,8 ആണ് ആ ഒരു ലൈനെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 4 5 1 2 8 1 x y 1 ആണെങ്കിൽ = 0 ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 4 × 8 - 8 × 1 - y എന്ന് പറയുന്നത് 8 - y -5 × 2 × 1 1 2 - 1 × x എന്ന് പറയുന്നത് x ആണ്. 2 × x പ്ലസ് എന്തെന്ന് പറയാൻ പറ്റും? 1 × 2y - 8x = 0 എന്ന് പറയാൻ പറ്റും. അപ്പം 4 × 8 എന്ന് പറയുന്നത് 32 -4y -5 × 2 -10 -5 × -x എന്ന് പറയുന്നത് +5x പ്ലസ് 2y - 8x = 0. നമ്മൾ ചെയ്യുകയാണെങ്കിൽ -4y ഉണ്ട് +2y ഉണ്ട് -2y ആൻഡ് 5x ഉണ്ട് -8x ഉണ്ട്. സോ നമുക്ക് -3x എഴുതാൻ പറ്റും. അഗൈൻ 32 - 10 എന്ന് പറയുന്നത് 22. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 32 - 10 എന്ന് പറയുന്നത് +22 = 0 എന്ന് എഴുതാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ മൊത്തം ഇക്വേഷൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണെങ്കിൽ -3x + 3x ആവും. -2y + 2y ആവും. +22 എന്നുള്ളത് -22 = 0 എന്നാവും.
എഗെയിൻ നമുക്ക് എന്ത് കിട്ടും? സെയിം ഇക്വേഷൻ തന്നെയല്ലേ കിട്ടുന്നത്. 3x + 2y - 22 = 0, 3x + 2y - 22 = 0. അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഓഫ് ദി ലൈൻ കണ്ടുപിടിക്കാൻ പറ്റും. 2 പോയിന്റ്സ് നമുക്ക് തരികയാണെങ്കിൽ ഈ ഒരു ഡിറ്റർമിനൻ്റ് ഫോം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താലും നമുക്ക് ആ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ഒരു ഫോം വരുന്നതാണ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് എ ആൻഡ് ബി ആർ ദി ഇൻ്റർസെപ്റ്റ്സ് മെയ്ഡ് ബൈ എ ലൈൻ ഓൺ ദി ആക്സസ് ഓഫ് എക്സ് ആൻഡ് വൈ, ഇച്ച് ഇക്വേഷൻ ഈസ് റിട്ടൺ ആസ് x/a + y/b = 1. അതായത് എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എയും വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ബിയും ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x/a + y/b = 1 എന്നൊരു ഇക്വേഷൻ ആയിരിക്കും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഇത് തന്നിട്ടുണ്ട്. എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് പ്ലെയിൻ തന്നിട്ടുണ്ട്. അതിൽ എ എന്ന് പറയുന്നത് എന്താ? a,0, അതായത് എക്സ് ഇൻ്റർസെപ്റ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ബി എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കാണാം? 2 പോയിന്റ് കാണാം അല്ലേ? a,0 എന്ന പോയിന്റും 0,b എന്ന പോയിന്റ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം? 2 പോയിന്റ് ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും y - y1 = y - y1 = y2 - y1/x2 - x1 ഇൻറ്റു x - x1 അല്ലേ? ഈ സെയിം ഫോമുല യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ y മൈനസ് ഇത് x1 y1 x2 y2 എന്നെടുക്കുകയാണെങ്കിൽ y - y1 എന്ന് പറയുന്നത് y - b = എന്ത് പറയാൻ പറ്റും? y2 - y1 എന്ന് പറയുന്നത് 0 - b / x2 - x1 എന്ന് പറയുമ്പോൾ a - 0 ഇൻറ്റു x - x1 എന്ന് പറയുമ്പോൾ x - 0 അല്ലേ? x - x1 എന്ന് പറയുമ്പോൾ x - 0. ഇത് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ y - b = -b/a ഇൻറ്റു x എന്ന് വരും. എഗെയിൻ നമുക്ക് പറയാൻ പറ്റും രണ്ട് സൈഡും എ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ay - ab = -bx എന്ന് പറയാൻ പറ്റും. -bx നമ്മൾ ലൈൻ ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ bx + ay - ab -ab നമ്മൾ ഈക്വൽ സൈനിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ +ab. അപ്പോൾ നമുക്ക് bx + ay = ab എന്നുള്ളൊരു ഫോമിലേക്ക് എത്താൻ പറ്റും. എഗെയിൻ ഈ ഹോൾ ഇക്വേഷനെ നമ്മൾ എ ബി വെച്ചിട്ട് 2 സൈഡിലും ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ bx + ay = ab എന്നൊരു ഇക്വേഷനെ 2 സൈഡും നമ്മൾ എ ബി വെച്ച് ഡിവൈഡ് ചെയ്തു. എ ബി വെച്ച് 2 സൈഡും നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും bx/ab + ay/ab = ab / ab എന്ന് പറയുന്നത് 1 ആണ് നമുക്ക് പറയാം. ഓക്കെ, bx/ab എന്ന് പറയുമ്പം ബിയും ബിയും ക്യാൻസൽ ചെയ്തു. ഈ ഒരു സൈഡിൽ ay/ab ആണ്, എയും എയും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x/a + y/b = 1. ഇത് തന്നെയല്ലേ ഇവിടെ തന്നിട്ടുള്ള x/a + y/b = 1. ഇങ്ങനെയാണ് നമുക്ക് 2 എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് x/a + y/b = 1 ആയിരിക്കും. ഓക്കെ, ആൻഡ് ലെങ്ത് ഓഫ് ദ ഇൻ്റർസെപ്റ്റ് ഓഫ് ലൈൻ ബിറ്റ്വീൻ ദ കോർഡിനേറ്റ് ആക്സസ് എന്ന് പറയുന്നത് √(a² + b² ആയിരിക്കും. അങ്ങനെ പറഞ്ഞാൽ ഈ ഒരു ഇൻ്റർസെപ്റ്റ് ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? √(a² + b² ആയിരിക്കും. എങ്ങനെയാണ് അത് കിട്ടുന്നത്? പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സൈഡ് എയും ഈ ഒരു സൈഡ് ബിയും ആണെങ്കിൽ ഈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? √(a² + b². സെയിം തന്നെയാണ്. ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് √(a² + b² ആയിരിക്കും. ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ½ ആണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? ഈ OAB എന്ന ഇവിടുത്തെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ½ × a × b ആയിരിക്കും അല്ലേ? OA × OB ആയിരിക്കും. OA × OB എന്ന് പറയുന്നത് ½ × AB. ½ × AB എന്ന് പറയുമ്പം ഈ എയും ബിയും നമുക്കറിയാം. ഇതെന്തുകൊണ്ടാണ് ഇവിടെ മോഡുലസ് ഓഫ് ½ AB എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? മോഡുലസ് ഓഫ് ½ AB നമുക്കറിയാം. ഇതൊരു XY കോർഡിനേറ്റ് ആണ്. XY കോർഡിനേറ്റ് പ്ലെയിനിൽ ഈ എയും ബിയും നമുക്ക് നെഗറ്റീവ് വാല്യൂ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ? നെഗറ്റീവ് എക്സ് വാല്യൂ ആണ്, നെഗറ്റീവ് ഡയറക്ഷനിലുള്ള എക്സ് വാല്യൂ ആണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. നെഗറ്റീവ് y ഡയറക്ഷനിലുള്ള വാല്യൂ ആണെങ്കിൽ അത് നെഗറ്റീവ് y വാല്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഒരു മോഡുലസ് ഇട്ട് നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഏരിയ എപ്പോഴും പോസിറ്റീവ് ആവണമെങ്കിൽ നമ്മൾ മോഡുലസ് യൂസ് ചെയ്യണം അല്ലേ? മോഡുലസ് ഓഫ് ½ × AB നമ്മൾ യൂസ് ചെയ്താലേ
ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും XY പ്ലെയിനിൽ ഒരു ലൈൻ ഉണ്ട്. ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് 30 എന്നെടുത്താൽ ഈ ഒരു പോയിൻ്റ് 0,5 എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്നത് എന്തായിരിക്കും? ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 5 ആണ്. അതായത് ഇവിടുത്തെ എക്സ് ഇൻ്റർസെപ്റ്റ് 3യും വൈ ഇൻ്റർസെപ്റ്റ് എന്ന് ഈ ഒരു ലൈനിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റ് 3യും വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 5 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും x/3 + y/5 = 1 എന്നൊരു ഫോമിലേക്ക് നമുക്ക് ഈ ഒരു ലൈനിനെ എഴുതാൻ പറ്റും. ഈ ഒരു എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അഗെയിൻ നമ്മൾ 3ൻ്റെയും 5ൻ്റെയും LCM എന്ന് പറയുന്നത് 15 ആണ്. സോ രണ്ട് സൈഡ് ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും 15 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 15 × x/3 + y/5 = 1 എന്ത് കിട്ടും? 15/3 എന്ന് പറയുന്നത് 5x + 15/5 = 3y. ഇവിടെ ഒരു 15 ഉണ്ട്. × 15 രണ്ട് സൈഡിലും നമ്മൾ 15 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. = 15 എന്ന് കിട്ടും. സോ ഇതായിരിക്കും ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ വി ഗോട്ട് എക്സ് ഇൻ്റർസെപ്റ്റ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് ഇവ രണ്ടും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആ ഒരു അതായത് ഇൻ്റർസെപ്റ്റ് ഫോം വെച്ചിട്ട് നമുക്ക് ആ ലൈനിൻ്റെ ഇക്വേഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 4 ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് കണ്ടു. അടുത്ത് വന്ന് വരുന്നതാണ് നോർമൽ ഫോം എന്ന് പറയുന്നത്. എന്താണ് നോർമൽ ഫോം എന്ന് നോക്കാം. ഇഫ് P is the length of perpendicular on a line from the origin and alpha is the angle which is perpendicular which this perpendicular makes with positive x-axis, then the equation of this line is written as x cos alpha plus y sin alpha = P, where P is always positive and 0 less than or equal to alpha less than 2π. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലൈൻ തന്നിട്ടുണ്ട്. അതായത് XY കോർഡിനേറ്റിൽ ഒരു ലൈനുണ്ട്. ആ ലൈനിലേക്ക് ഒറിജിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഈ ഒരു പെർപെൻഡിക്കുലർ ഇതാണ് OAB OP എന്ന് നമുക്ക് കൊടുത്താൽ ഈ ഒരു OPയുടെ ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട്. OP അല്ലെങ്കിൽ OC എന്ന് നമ്മൾ കൊടുത്താൽ ഈ OCയുടെ ലെങ്ത്ത് എന്നത് P ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ഈ ഒരു ആംഗിൾ എന്നതുള്ളത് ആൽഫ എന്നും തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x cos alpha plus y sin alpha = P. P എന്നുള്ളത് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് എഴുതണം. P is പോസിറ്റീവ്. P is always പോസിറ്റീവ്. P എന്ന് പറയുന്നത് ആ ഒരു ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആ Pനെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കണം. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ലൈന് തന്നിട്ടുണ്ട്. XY പ്ലെയിനിൽ നമുക്കൊരു ലൈനുണ്ട്. ആ ലൈനിൽ നിന്ന് ഇതാണ് ആ ലൈൻ. ആ ലൈനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ ഒറിജിനിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ നീളം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഒരു 3 ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആൻഡ് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ പഠിച്ചു x cos alpha plus y sin alpha = P ആണല്ലേ. P എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കും ലെങ്ത് ആയതുകൊണ്ട്. സോ x cos alpha നമുക്ക് എങ്ങനെ എഴുതാം? x cos 45 plus y sin 45 = P എന്ന് എഴുതാം. അഗെയിൻ നമുക്കറിയാം cos 45 എന്ന് പറയുന്നത് 1/√2 ആണ്. സോ x/√2 പ്ലസ് സൈൻ 45 എന്ന് പറഞ്ഞാലും √2 ആണ്, 1/√2 ആണ്, വിച്ച് ഈസ് y/√2 = P എന്ന് പറയുന്നത് ഇവിടെ C കൊടുത്താൽ OC എന്നുള്ള ലെങ്ത് ആണ് P എന്ന് പറയുന്നത്, വിച്ച് ഈസ് = 3. അഗെയിൻ നമ്മൾ ബോത്ത് സൈഡ്സ് x/√2 പ്ലസ് y/√2 = 3. രണ്ട് സൈഡിലും നമ്മൾ √2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും നമുക്ക്? √2 × x/√2 എന്ന് പറയുമ്പോൾ x പ്ലസ് √2 × y/√2 √2 ക്യാൻസൽ ചെയ്തിട്ട് y = 3√2 പ്ലസ് y = 3√2 എന്നൊരു ഇക്വേഷൻ എന്നാണ് ഈ ഇക്വേഷൻ്റെ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഈ ഒരു ലൈനിലേക്കുള്ള ഒറിജിനിൽ നിന്നുള്ള പെർപെൻഡിക്കുലറും
ആ പെർപെൻഡിക്കുലാർ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ആംഗിളും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫോമിനെ നമ്മൾ നോർമൽ ഫോം എന്ന് പറയും. ആൻഡ് ആൽഫ ഷുഡ് ലൈ ബിറ്റ്വീൻ 0 ആൻഡ് 2π. 0ൻ്റെയും 2πൻ്റെയും ഇടയിലായിരിക്കണം ഈ ആൽഫ എന്നുള്ള ആംഗിൾ ഉണ്ടാവേണ്ടത്. ആൻഡ് അഗെയിൻ നമ്മൾ നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. പാരാമെട്രിക് ഫോം എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ടു ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ വിച്ച് പാസസ് ത്രൂ എ ഗിവൺ പോയിന്റ് എ എന്ന പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ട് ആൻഡ് മേക്സ് എ ഗിവൺ ആംഗിൾ തീറ്റ വിത്ത് ദി പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആയിട്ട് തീറ്റ എന്ന ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. പി എക്സ് വൈ എന്ന് പറയുന്ന പി എന്ന പോയിന്റ് ഈസ് എനി പോയിന്റ് ഓൺ ദി ലൈൻ എൽ എൽ ഡാഷ്. നമുക്ക് നോക്കാം. എൽ എൽ ഡാഷ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ് എൽ എൽ ഡാഷ്. ഓക്കെ, ഈ ഒരു ലൈനാണ് എൽ എൽ ഡാഷ് എന്ന് വരുന്നത്. നമുക്ക് തന്നിട്ടുണ്ട് എ എന്ന് പറയുന്ന പോയിന്റ് ഇതാ എച്ച് കോമ കെ എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് പി തന്നിട്ടുണ്ട് എക്സ് വൈ. അപ്പോൾ ഈ എ പി തന്നിട്ടുണ്ട്. അഗെയിൻ നമുക്ക് ആർ തന്നിട്ടുണ്ട്. ലെറ്റ് എ പി ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു എ പി എന്ന് പറയുന്ന ഈ 2 പോയിന്റ്സ് ഉണ്ടാക്കുന്ന ആ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആർ എന്ന് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് പറയാൻ പറ്റും എക്സ് മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്ന് പറയാൻ പറ്റും. അഗെയിൻ വൈ മൈനസ് കെ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്നും പറയാൻ പറ്റും. ഈ ഒരു ഫിഗറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ എ എന്ന് പറയുന്ന പോയിന്റ് എച്ച് കോമ കെ ഉണ്ട്, പി എന്ന് പറയുന്ന പോയിന്റ് എക്സ് കോമ വൈ ഉണ്ട്. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് മനസ്സിലാവും, വൈ മൈനസ് കെ ആണെന്ന് മനസ്സിലാവും. ഈ ഒരു ലെങ്ത് വൈ മൈനസ് കെ ആണെന്ന് കിട്ടും. ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് നമുക്ക് ആറാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ഇവിടെ എന്തായിരിക്കും, വൈ മൈനസ് കെ ബൈ ആർ ആയിരിക്കും. കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അഡ്ജസൻറ്റ് സൈഡ് നമുക്കറിയാം എക്സ് മൈനസ് എച്ച് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ബൈ ആർ ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് എക്സ് മൈനസ് എച്ച് ഈസിക്വൽ ടു ആർ കോസ് തീറ്റ എന്നും വൈ മൈനസ് കെ ഈസിക്വൽ ടു ആർ സൈൻ തീറ്റ എന്നും എഴുതാൻ പറ്റുന്നത് ഈ ഒരു ഇക്വേഷനിലൂടെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് എച്ച് ബൈ കോസ് തീറ്റ ഈസിക്വൽ ടു വൈ മൈനസ് കെ ബൈ സൈൻ തീറ്റ ഈസിക്വൽ ടു ആർ. അതാണ് അത് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ ആറിനെ ഇങ്ങോട്ടേക്ക് എടുത്താൽ സൈൻ തീറ്റ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ആർ ഈക്വൽ ടു വൈ മൈനസ് കെ ബൈ സൈൻ തീറ്റ എന്ന് വരും. അല്ലാന്നുണ്ടെങ്കിൽ ആർ ഈക്വൽ ടു എക്സ് മൈനസ് എച്ച് ബൈ കോസ് തീറ്റ എന്ന് വരും. ആൻഡ് ഇതാണ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ എൽ എൽ ഡാഷ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് ഈ ഒരു എൽ എൽ ഡാഷ് എന്ന് പറയുന്ന ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു എൽ എൽ ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ് ഈ വൈ എക്സ് മൈനസ് എച്ച് ബൈ കോസ് തീറ്റ ഈക്വൽ ടു വൈ മൈനസ് കെ ബൈ സൈൻ തീറ്റ ഈക്വൽ ടു ആർ എന്ന് പറയുന്നത്. Any point P on the line will be of the form h plus r cos theta, k plus r sin theta, where mod r gives the distance of the point P from the fixed point hk എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് പറയാൻ പറ്റും, ഇതിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എക്സ് മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്നും അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എച്ച് പ്ലസ് ആർ കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറയുന്നത് കെ പ്ലസ് ആർ സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതായിരിക്കും ആ ഒരു പി എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എച്ച് പ്ലസ് ആർ സൈൻ തീറ്റയും വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് കെ പ്ലസ് എച്ച് പ്ലസ് ആർ കോസ് തീറ്റയും വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് കെ പ്ലസ് ആർ സൈൻ തീറ്റയും ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പി എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എച്ച് പ്ലസ് ആർ കോസ് തീറ്റയും കെ പ്ലസ് ആർ സൈൻ തീറ്റയും ആയിരിക്കും. ഈ ആർ എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് പോയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ആദ്യമേ, എ എച്ച് കെ എന്ന് പറഞ്ഞിട്ട്. എച്ച് കെ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് പോയിന്റിൽ നിന്നുള്ള പോയിന്റ് പിയിലേക്കുള്ള ആ ലെങ്ത്തിനെയാണ് ആർ എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇക്വേഷനാണ് ജനറൽ ഫോം എന്ന് പറയുന്നത്. ജനറൽ ഫോം നമ്മൾ ആദ്യമേ കണ്ടു. ഫസ്റ്റ് തന്നെ നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് ചെയ്തതാണ്. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. ഇതാണ് ജനറൽ ഫോം. ഇതിൽ എ ബി സി എന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് നമ്മൾ കണ്ടു. എക്സ് വൈ എന്ന് പറയുന്നത് ആ ഒരു ലൈനിലെ ഓരോ പോയിൻറ്റിൻ്റെയും എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ആയിരിക്കും. So a first degree equation in x and y is ax plus by plus c is equal to 0 always represents a straight line. അത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനെ റെപ്രസെൻറ്റ് ചെയ്യും. ദിസ് ഫോം ഈസ് നോൺ ആസ് ജനറൽ ഫോം ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതിനെ ജനറൽ ഫോം എന്നറിയപ്പെടും. ആ ജനറൽ ഫോമിൻ്റെ കുറച്ച് പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ആ ജനറൽ ഫോമിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് എ ബൈ ബി ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നമ്മൾ ഫസ്റ്റ് എടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് 3x പ്ലസ് 2y മൈനസ് 6 ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ ആദ്യം കണ്ട എക്സാമ്പിളാണ്. ആ ഒരു എക്സാമ്പിൾ കിടക്കുന്നത് ജനറൽ ഫോമിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് എ ബൈ ബി. അല്ലാന്നുണ്ടെങ്കിൽ മൈനസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
ഇതിലെന്താണ് മൈനസ് എ ബൈ ബി എന്ന് പറയുന്നത്? ഇതിൽ മൈനസ് എ ബൈ ബി എന്ന് പറയുമ്പോൾ -3/2 എന്ന് വരും. ഫിസിക്കൽ -3/2. ഇതാണ് ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പായിട്ട് വരുന്നത്. ആൻഡ് ഇൻ്റർസെപ്റ്റ് ബൈ ദിസ് ലൈൻ ഓൺ എക്സ് ആക്സിസ് ഈസ് -c/a. ആ ഒരു ലൈൻ എക്സ് ആക്സിസിൽ ഉണ്ടാക്കുന്ന ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് -c/a ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈനിൽ എക്സ് ഇൻ്റർസെപ്റ്റ് എന്തായിരിക്കും? എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു -c/a എന്നാണ് തന്നിട്ടുള്ളത്. മൈനസ് ഓഫ് ഇതിൽ ax + by + c = 0 എന്ന ഫോമിലാണെങ്കിൽ c എന്ന് പറയുന്നത് -6 ആണ്. അപ്പോൾ -c എന്ന് പറയുന്നത് എന്തായിരിക്കും? -6 ഈക്വൽ ടു ഡിവൈഡഡ് ബൈ a എന്ന് പറയുന്നത് 3 ആണ്. a എന്ന് പറയുന്നത് 3 ആണ്. സോ -6/3 എന്നത് 6/3 ആയിരിക്കും. ഈക്വൽ ടു 2. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ കണ്ടു, ആ ഒരു ലൈനിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റ് 2 ആയിരുന്നു. അഗെയിൻ വൈ ഇൻ്റർസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും ഈക്വൽ ടു -c/b എന്നാണ് തന്നിട്ടുള്ളത്. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് -c/bയും എക്സ് ഇൻ്റർസെപ്റ്റ് -c/a ആണ്. -c/b എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം c എന്ന് പറയുന്നത് -6 ആണ്. അപ്പോൾ -c എന്ന് പറയുമ്പോൾ -6/b എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് 6/2 = 3. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 2ഉം വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 3ഉം ആയിരിക്കും. സോ ഇതേ സെയിം കാര്യം തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത എക്സാമ്പിളിലും കിട്ടിയിട്ടുള്ളത്. എക്സ് ഇൻ്റർസെപ്റ്റ് അവിടെ 2 ആയിരുന്നു, ആ ഒരു പോയിന്റ് 2,0 ആയിരുന്നു. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 3 ആയിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് 0,3 ആയിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും. -c/a -c/b എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റും. ടു ചേഞ്ച് ദ ജനറൽ ഫോം ഓഫ് എ ലൈൻ ടു normal form, first take c to the right hand side and make it positive, then divide the whole equation by √a² + b². അതായത് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ലൈൻ ഉണ്ട്, ഇപ്പോൾ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ ax + by + c = 0 എന്നാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ax + by = -c എന്ന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും √a² + b² വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും ax / √a² + b² + by / √a² + b² -c/√a² + b². അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ട ഒരു നോർമൽ ഫോം എന്ന് പറയുന്നത്. നോർമൽ ഫോം, അതായത് ഇതിനെ നമുക്ക് x cos α + y sin α = p. p ഓൾവേസ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷനിൽ c എന്നത് <0 ആയിരിക്കണം. കാരണം -c എന്ന വാല്യൂ പോസിറ്റീവ് കിട്ടണമെങ്കിൽ c എന്നത് <0 ആയിരിക്കണം. സോ ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടേണ്ടത്. നോർമൽ ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ax / √a² + b² + by / √a² + b² = -c / √a² + b² എന്നുള്ളത് ഒരു നോർമൽ ഫോമായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ഇക്വേഷൻ ഓഫ് ലൈൻസ് പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ടു എ ഗിവൺ ലൈൻ. അതായത് രണ്ട് ലൈൻസ് ഉണ്ട്, ആ രണ്ട് ലൈൻസ് നമുക്ക് ഈ ഒരു ഫോമിലാണ് ax + by + c = 0 ആണ് ഒരു ലൈന്. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ലൈൻ ax + by + λ = 0 ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 3x + 2y + 5 = 0, അല്ലാന്നുണ്ടെങ്കിൽ 3x + 2y - 16 = 0. ഇങ്ങനെ രണ്ട് ലൈനാണെങ്കിൽ ആ രണ്ട് ലൈനും പാരലലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എക്സിൻ്റെയും വൈൻ്റെയും കോഎഫിഷ്യൻറ്റ് രണ്ട് ലൈനിലും സെയിം ആയതുകൊണ്ട് നമുക്ക് ആ രണ്ട് ലൈനും പാരലലാന്ന് പറയാൻ പറ്റും. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ax + by + c = 0യും ax + by + λ = 0യും എന്ന രണ്ട് ലൈൻ ഉണ്ടെങ്കിൽ ആ രണ്ട് ലൈനും പാരലലായിരിക്കും. ഇനി ആ രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ എങ്ങനെയുള്ള ഫോമിലായിരിക്കണം? ax + by + c = 0 എന്ന ഫോമിലും രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് bx - ay + k = 0 എന്ന ഫോമിലും ആയിരിക്കണം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മേലെ എഴുതിയ ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും? -2x + 3y + 5 = 0 ഈ ഒരു ഫോമിലായിരിക്കണം. അതായത് 3x + 2y - 16 = 0ന് പെർപെൻഡിക്കുലർ ആയിട്ട്
ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ഒരു ലൈന് -2x+3y പ്ലസ് ഇവിടെ 5 എന്നോ നമുക്ക് ഏത് വാല്യൂ കൊടുത്താലും ആ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കും. കാരണം എന്താണ്, നമ്മൾ പഠിച്ചു പെർപെൻഡിക്കുലർ ലൈൻസിൽ m1 × m2 എന്ന് പറയുന്നത് എന്തായിരിക്കും, -1 ആയിരിക്കും. ഈ ഒരു ജനറൽ ഫോം നമുക്ക് തന്നാൽ ഇതിൻ്റെ m എന്ന് പറയുന്നത് എന്തായിരിക്കും, -a/b ആണ്, അതായത് -3/2 എന്ന് നമുക്കറിയാം. ഇതിലും നമുക്കറിയാം m എന്ന് പറയുന്നത്, ഇത് m1 എന്ന് കൊടുക്കാം, m2 എന്ന് പറയുന്നത് എന്തായിരിക്കും, -a/b എന്നുള്ളത് -2/3 ആയിരിക്കും, അതായത് 2/3 ആയിരിക്കും. അപ്പോൾ 3/2 × 2/3 നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും, 3 ക്യാൻസൽ ചെയ്ത് 2 ക്യാൻസൽ ചെയ്ത് -1 എന്ന ആൻസറിലേക്ക് കിട്ടും. അപ്പോൾ എന്താണ്, -1, രണ്ട് ലൈൻസിൻ്റെ സ്ലോപ്പുകളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് -1 ആണെങ്കിൽ ആ രണ്ട് ലൈന് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് ഈ രണ്ട് ഫോംസ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് എന്നാണ്. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് എന്ന് പറഞ്ഞത് ഇഫ് തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് y = m1x + c1 ആൻഡ് y = m2x + c2. രണ്ട് ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് tan θ = ± m1 - m2 / 1 + m1 m2 ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ രണ്ട് ലൈൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ ആയിരിക്കും തീറ്റ എന്ന് പറയുന്നത്. ഇതിൻ്റെ y ഇൻ്റർസെപ്റ്റ് നമുക്കറിയാം c1 ആണെന്നും ഇതിൻ്റെ y ഇൻ്റർസെപ്റ്റ് c2 ആണെന്നും തന്നാൽ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്, ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = m × m1x + c1 ഉം ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = m2x + c2 ഉമാണ്. അതായത് ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് m1 ഉം ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് m2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈനിൻ്റെ ഇക്വേഷൻസ് y = m1x + c1 ഉം ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് m2x + c2 ആണെങ്കിൽ നമ്മളോട് പറഞ്ഞു tan θ എന്ന് പറയുന്നത് എന്തായിരിക്കും, ± m1 - m2 / 1 + m1 m2. ഇനി നമുക്ക് m1 = 1 എന്നും m2 = 1/2 എന്നും തന്നാൽ tan θ എന്തായിരിക്കും, tan θ = ± m1 - m2 എന്നുള്ളത് 1 - 1/2 / 1 + m1 × m2 എന്ന് പറയുമ്പോൾ 1 × 1/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ± 1 - 1/2 = 1/2 / 1 + 1 × 1/2 എന്നത് 1/2 ആയി മാറും. 1 + 1/2 എന്ന് പറയുന്നത് 3/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് tan θ = 1/2 / 3/2 എന്ന് ചെയ്യുമ്പോൾ 1/3 ± 1/3 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് ലൈനിൻ്റെ സ്ലോപ്പ് മാത്രം നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ രണ്ട് ലൈന് തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ആ tan θ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു ഫോം വെച്ചിട്ട്. അതായത് ഈ tan θ എന്നത് ± m1 - m2 / 1 + m1 m2 ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഇഫ് ഇക്വേഷൻ ഓഫ് ലൈൻസ് ആർ a1x + b1y + c1 = 0 ആൻഡ് a2x + b2y + c2 = 0. ഇങ്ങനെ രണ്ട് ലൈനാണ് നമുക്ക് തന്നതെങ്കിൽ ഈ ലൈന് പാരലൽ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് കോഎഫിഷ്യൻസ് തമ്മിലുള്ള റേഷ്യോയും y കോഎഫിഷ്യൻസ് തമ്മിലുള്ള റേഷ്യോയും ഈക്വൽ ആയിരിക്കണം. അതായത് a1/a2 = b1/b2 ആയിരിക്കണം. എഗെയിൻ മറ്റൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്, അതായത് ഈ രണ്ട് റേഷ്യോയും c1/c2നോട് ഈക്വൽ ആവരുത്. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേമിൻ്റെ റേഷ്യോനോട് ഈക്വൽ ആവരുത്. അങ്ങനെ ഈക്വൽ ആയാൽ അവ കോയിൻസൈഡിങ് ലൈൻസ് ആയി മാറും, സെയിം ലൈൻസ് ആയി മാറും. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 5x + 8y - 2 = 0. അഗെയിൻ നമുക്ക് തന്നിട്ടുണ്ട് 10x + 16y - 5 = 0 എന്ന് തന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, a1/a2 എന്ന് പറയുമ്പോൾ ഇതാണ് a1, 5 ആണ് a1, a2 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ a1/a2 എന്ന് പറയുന്നത് 5/10 = 5/10 ആണ്, അതായത് which = 1/2 ആണ്. ഇനി നമ്മൾ b1/b2 നോക്കുകയാണെങ്കിൽ 8/16 ആണ്, which = 1/2 ആണ്. c1/c2 നോക്കുകയാണെങ്കിൽ -2/-5 2/5. അതായത് a1/a2 ഉം b1/b2 ഉം ഈക്വലാണ്.
അത് C1/C2 ഈക്വൽ അല്ല. ഇങ്ങനെയാണെങ്കിൽ, ഇങ്ങനെ രണ്ട് ലൈനാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ലൈനും പാരലൽ ആണ് എന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെ ഈ സെയിം ഇക്വേഷനിൽ ഈ C1/C2 1/2 ആയിരുന്നെങ്കിൽ ആ രണ്ട് ലൈനും കോയിൻസൈഡിങ് ലൈൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. കോയിൻസിഡൻ്റ് ആ രണ്ട് ലൈൻസ് കോയിൻസൈഡിങ് ആവണമെങ്കിൽ A1/A2 B1/B2 C1/C2 ഈക്വൽ ആയിരിക്കണം. ഈ രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. A1 A2 + B1 B2 = 0 ആയിരിക്കണം. അതായത് പെർപെൻഡിക്കുലർ രണ്ട് ലൈന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും രണ്ട് ലൈൻസ് എടുക്കാം. 5x + 3y - 2 = 0. Again -3x + 5y + 5 = 0. ഇതിൽ നമ്മൾ A1 A2 + B1 B2 ചെയ്യുകയാണെങ്കിൽ A1 എന്ന് പറയുന്നത് 5 ആണ്, A2 എന്ന് പറയുന്നത് -3 ആണ്. അപ്പോൾ A1 A2 എന്ന് പറയുന്നത് 5 × -3 + B1 B2 എന്ന് പറയുന്നത് 3 × 5 ആണ്. 3 × 5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -15 + 15 = 0. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ആണെന്ന് പറയാൻ പറ്റും. നമുക്ക് A1 A2 + B1 B2 ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നുണ്ട്. സോ ദീസ് ടു ലൈൻസ് ആർ പെർപെൻഡിക്കുലർ എന്ന് പറയാൻ പറ്റും. ഇനി തന്നിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ M1 M2 M3 എന്ന് പറയുന്നത് 3 ലൈൻസിൻ്റെ സ്ലോപ്പാണ്. അതായത് L1 = 0 എന്ന ലൈൻ ഉണ്ട്, L2 = 0 എന്ന ലൈൻ ഉണ്ട്, L3 = 0 എന്ന് പറയുന്ന 3 ലൈനിൻ്റെ സ്ലോപ്സ് ആണ് M1 M2 M3. അതിൽ M1 > M2 > M3 ആണെങ്കിൽ then the interior angles of the triangle ABC found by these formulas are. അതായത് ഈ L1 L2 L3 എന്ന് പറയുന്ന 3 ലൈൻ L1 = 0, L2 = 0, L3 = 0. ഈ L1 L2 L3 എന്ന് പറയുന്നത് എന്താ? AX + BY + C = 0 എന്ന ഫോമാണ്. അത് നമ്മൾ L1 = 0 L2 = 0 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് M1, ഇവിടെ M2, ഇതിൻ്റെ സ്ലോപ്പ് M3 ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ നമ്മൾ ABC എന്ന് കൊടുത്താൽ tan A എന്ന് പറയുന്നത് M1 - M2 / 1 + M1 M2 ആയിരിക്കും. tan B എന്ന് പറയുന്നത് M2 - M3 / 1 + M2 M3 ആയിരിക്കും. tan C എന്ന് പറയുന്നത് M3 - M1 / 1 + M3 × M1 ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഇക്വേഷൻസ് വരുന്നത്. അതായത് 3 ലൈനിൻ്റെ ഇക്വേഷൻസ് തന്നിട്ട് അതിൽ നിന്ന് നമ്മളോട് 3 ആംഗിൾസ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ tan A നമുക്ക് കിട്ടി, tan B നമുക്ക് കിട്ടും, tan C നമുക്ക് കിട്ടും. tan A എന്ന് പറയുന്നത് M1 - M2 / 1 + M1 M2, tan B M2 - M3 / 1 + M2 M3, tan C എന്ന് പറയുന്നത് M3 - M1 / 1 + M3 M1. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. പ്രൂവ് ദാറ്റ് എവറി ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ഇൻ XY റെപ്രസെൻറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ. അതായത് XYയിലുള്ള ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ടുള്ള AX + BY + C = 0 എന്നൊരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഇക്വേഷൻ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കാദ്യം ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു കർവിൻ്റെ ഇക്വേഷൻ ആണെന്ന് നമുക്ക് ജസ്റ്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് നമുക്കൊരു കേവ് ഉണ്ട്. ഈ ഒരു കേവിൻ്റെ ഇക്വേഷനാണ് AX + BY + C = 0 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കേവിലെ രണ്ട് പോയിൻറ്റ്സ് എടുക്കുന്നു. അതായത് P എന്ന് പറയുന്ന പോയിൻ്റ് X1, Y1 എന്നെടുക്കുന്നു, Q എന്ന് പറയുന്ന പോയിൻ്റ് X2, Y2 എന്നെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും AX1 + BY1 + C = 0 എന്ന് പറയാൻ പറ്റും. ഇക്വേഷൻ 1 എന്ന് നമുക്ക് എടുക്കാം. AX2 + BY2 + C = 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഇക്വേഷൻ 2 എന്നെടുക്കാം. കാരണം എന്താ? ഈ രണ്ട് പോയിൻറ്റ്സ് X1 Y1 എന്ന പോയിൻറ്റും X2 Y2 എന്ന പോയിൻറ്റും ഈ ഒരു കേവിലാണ് ഉള്ളത്. ഈ ഒരു കേവിലാണ് ഈ രണ്ട് പോയിൻറ്റ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേവിൻ്റെ ഇക്വേഷൻ ആയിട്ടുള്ള AX + BY + C എന്നുള്ള ഇക്വേഷൻ ഈ രണ്ട് പോയിൻറ്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് AX1 + BY1 + C = 0, AX2 + BY2 + C = 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ട് പോയിൻറ്റ്സ് നമ്മൾ ജോയിൻ ചെയ്തു. ഈ രണ്ട് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത ശേഷം ഈ ഒരു
ഈ ഒരു ലൈനിൽ, ഈ ഒരു ലൈൻ സെഗ്മെൻറ്റിൽ നമ്മളൊരു പോയിൻ്റ് എടുക്കുകയാണ്, ആർ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് എടുത്തു. എഗെയിൻ നമ്മൾ ഈ ഒരു പോയിൻ്റ്, ആ ഒരു ലൈനിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ആർ ഡിവൈഡഡ് ബൈ ആർ ക്യു എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു λ:1 എന്നൊരു റേഷ്യോയിലാണെന്ന് നമുക്ക് പറയാം. λ:1 എന്നൊരു റേഷ്യോയിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ, അതായത് അങ്ങനെയാണെങ്കിൽ λ:1 ആണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ സെക്ഷൻ ഫോർമുല വെച്ചിട്ട് പറയാൻ പറ്റും. യൂസിങ് സെക്ഷൻ ഫോർമുല നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ആർ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് λx2 പ്ലസ് x1 ഡിവൈഡഡ് ബൈ λ+1, λy2 പ്ലസ് y1 ഡിവൈഡഡ് ബൈ λ+1 ആയിരിക്കും എന്ന് നമുക്ക് സെക്ഷൻ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആറിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടി അല്ലേ? ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആറിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഈ ആർ എന്ന് പറയുന്ന പോയിന്റ്, ഈ ഒരു പോയിന്റ് ഈ ഒരു കേർവിലാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു കേർവ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആറിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് എടുത്തിട്ട് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഇട്ട് നോക്കുകയാണെങ്കിൽ, ആറിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ എടുത്തിട്ട് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ആറിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടു. ഇപ്പോൾ കേർവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ax പ്ലസ് by പ്ലസ് c=0 ആണ്. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്താൽ ആറിൻ്റെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് a ഇൻറ്റു λx2 പ്ലസ് x1 ഡിവൈഡഡ് ബൈ λ+1 പ്ലസ് b ഇൻറ്റു ആറിൻ്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് λy2 പ്ലസ് y1 ഡിവൈഡഡ് ബൈ λ+1 പ്ലസ് c=0. ഈ രണ്ട് പോയിൻറ്റ്സ് ഈ ഒരു പോയിൻ്റ്, അതായത് ആർ എന്ന പോയിൻ്റ് ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കുകയാണ്, ചെക്ക് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് കിട്ടും a ഇൻറ്റു λx2 പ്ലസ് a ഇൻറ്റു x1 ഡിവൈഡഡ് ബൈ λ+1 പ്ലസ് b ഇൻറ്റു λy2 പ്ലസ് b ഇൻറ്റു y1 ഡിവൈഡഡ് ബൈ λ+1 പ്ലസ് c=, എന്തെന്ന് കിട്ടും? ഇത് 0 ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 0 ആണെന്ന് നമുക്ക് കൺഫേം ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. = നമുക്ക് എന്തെന്ന് എഴുതാം? ഇവിടെ ഈ ഒരു ഇക്വേഷന് നമുക്ക് a λ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷന് നമുക്ക് λ ഇൻറ്റു ax2 പ്ലസ് ax1 പ്ലസ് ഈ ഒരു രണ്ട് ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാൻ പറ്റും? λ ഇൻറ്റു by2 പ്ലസ് by1 ഡിവൈഡഡ് ബൈ λ+1 പ്ലസ് c എന്ന് എഴുതാൻ പറ്റും. എഗെയിൻ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം λax2 പ്ലസ് ax1 പ്ലസ് by2 പ്ലസ് by1 ഡിവൈഡ് പ്ലസ് c ഇൻറ്റു λ+1 ഡിവൈഡഡ് ബൈ λ+1 എന്ന് എഴുതാം. എഗെയിൻ നമുക്ക് പറയാം, ഇതിൽ ലാംഡേനെ നമ്മൾ പുറത്തേക്ക് എടുത്താൽ ലാംഡേൻ്റെ കൂടെ ഉള്ളത് ax2 പ്ലസ് പിന്നെയുള്ള ലാംഡ ഉള്ളത് by2 ആണ്. ലാംഡേനെ പുറത്തേക്ക് എടുത്താൽ by2 പ്ലസ് പിന്നെ ഉള്ളത് c ലാംഡയാണ്. അപ്പം c പ്ലസ് പിന്നെ ബാക്കി വരുന്നത് ax1 പ്ലസ് by1 പ്ലസ് ഇവിടെ c ഇൻറ്റു 1 ഉണ്ടാവും, അതായത് c അവിടെ ബാക്കി ഉണ്ടാവും ഡിവൈഡഡ് ബൈ λ+1 ആണ്. ഇത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടു. ax2 പ്ലസ് by2 പ്ലസ് c എന്ന് പറയുന്നത് എന്താണ്? ax2 പ്ലസ് by2 പ്ലസ് c എന്നത് 0 ആണ്. ഇക്വേഷൻ 2 എന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, 0 ആണ്. എഗെയിൻ ax1 പ്ലസ് by1 പ്ലസ് c എന്ന് പറയുന്നതും 0 ആണ്, അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും which is equal to λ ഇൻറ്റു 0 പ്ലസ് 0 ഡിവൈഡഡ് ബൈ λ+1. ഇതിനെ നമുക്ക് 0 പ്ലസ് 0 എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അതായത് ഈ ആറിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ടുള്ള ഈ ഒരു λx2 പ്ലസ് x1 ഡിവൈഡഡ് ബൈ λ+1 λy2 പ്ലസ് y1 ഡിവൈഡഡ് ബൈ λ+1 എന്ന ഈ ഒരു പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു കേർവിൻ്റെ ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ ഒരു കേർവിൻ്റെ ഇക്വേഷൻ
ഈ ഒരു പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കിട്ടി. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ആർ എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റ് ഈ ഒരു കേവിലാന്ന് പറയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ കേവ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ആർ ലൈസ് ഓൺ ദി കേവ് എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എവരി ലൈൻ സെഗ്മെൻറ്റ് joining P and Q lies on x plus by plus c is equal to 0. Hence ax plus by plus c is equal to 0 represents a straight line. ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 2 points A and B മൂവ് ഓൺ ദി പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. സച്ച് ദാറ്റ് ഒ എ പ്ലസ് ഒ ബി ഈസ് ഈക്വൽ ടു കെ. അതായത് ഒരു എക്സ് ആൻഡ് വൈ ആക്സിസിൽ നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റ് എക്സ് ആക്സിസിലായിരിക്കും മൂവ് ചെയ്യുന്നത്, പോസിറ്റീവ് എക്സ് ആക്സിസിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് എ എന്ന് പറയുന്ന പോയിന്റ് ഈ ഒരു പോസിറ്റീവ് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുന്നതാണ്. ആൻഡ് ബി എന്ന് പറയുന്ന പോയിന്റ് പോസിറ്റീവ് വൈ ആക്സിസിൽ മൂവ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒ എ പ്ലസ് ഒ ബി ഈസ് ഈക്വൽ ടു കെ ആണ്. ഒ എ പ്ലസ് ഒ ബി കെ ആണ്. അതായത് ഇപ്പം എ ഇവിടെയും ബി ഇവിടെയാണെങ്കിൽ ഈ ഒരു ഒ എ പ്ലസ് ഒ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ. ഒ എ പ്ലസ് ഒ ബി എന്ന് പറയുന്നത് കെ ആയിരിക്കണം. ആൻഡ് അഗെയിൻ എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആകുമ്പോൾ എന്താവും, ബി എന്ന് പറയുന്ന പോയിന്റ് കുറയും. കാരണം എന്താണ്, ഒ എ പ്ലസ് ഒ ബി എന്നുള്ളത് കെയിൽ നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും. അതായത് ഒ എ പ്ലസ് ഒ ബി ഈക്വൽ ടു കെ എന്ന കോൺസ്റ്റൻറ്റിൽ അവിടെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈനിൽ ഈ ഒരു ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ അതിൻ്റെ ലോക്കസ് എന്തായിരിക്കും എന്നാണ്. അതായത് ആ ഒരു ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ഉള്ള ആ ഒരു കേവിൻ്റെ ഇക്വേഷനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് എ ബി എങ്കിൽ ഇതാണ് എ ബി എങ്കിൽ ഇതായിരിക്കും ആ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് അല്ലേ. അഗെയിൻ ഇവിടെയാണ് എ ബി എന്നുള്ള ലൈന് ഇങ്ങനെയാണെങ്കിൽ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റും. ഇതാണ് ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് പറയാൻ പറ്റും. ഇനി എ ബി എന്നുള്ള ലൈൻ ഇങ്ങനെയാണെങ്കിൽ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ചേഞ്ച് ആയിട്ട് ഇവിടെ ആയിരിക്കും. എ ബി എന്നുള്ള ലൈൻ എഗെയിൻ മാറുകയാണെങ്കിൽ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലറും മാറും. അപ്പോൾ ആ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലറിൻ്റെ ലോക്കസ് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്നുള്ളത് ഇതായിരിക്കുമെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എക്സ് ആക്സിസിൽ എ എന്ന് പറയുന്ന ഒരു പോയിന്റും വൈ ആക്സിസിൽ ബി എന്ന് പറയുന്ന പോയിന്റും എടുക്കാം. സച്ച് ദാറ്റ് ഒ എ പ്ലസ് ഒ ബി എന്നുള്ളത് കെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ നമ്മൾ ജോയിൻ ചെയ്താൽ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ലൈൻ നമ്മൾ ജോയിൻ ചെയ്തിട്ട് ലൈൻ എങ്ങനെ പോവും, പെർപെൻഡിക്കുലർ വരച്ചു, ഒ എം എന്ന പെർപെൻഡിക്കുലർ നമ്മൾ വരച്ചു, എ എന്ന പോയിന്റ് നമ്മൾ A,0 എന്നെടുത്തു, ബി എന്ന പോയിന്റ് 0,B എന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, ഇൻ്റർസെപ്റ്റ് ഫോം വെച്ചിട്ട് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ. അതിന് നമുക്ക് തന്നിട്ടുണ്ട് ഒ എ പ്ലസ് ഒ ബി ഈക്വൽ ടു കെ എന്ന് തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ലെങ്ത് എയും ഈ ഒരു ലെങ്ത് ബിയും ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഈക്വൽ ടു കെ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ 1ഉം ഈ ഒരു ഇക്വേഷൻ 2 ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു എമ്മിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ H,K എന്ന് കൊടുക്കാം. H,K എന്ന് കൊടുത്താൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു എ ബി ലൈനിൻ്റെ സ്ലോപ്പ് M1ഉം ഒ എം എന്ന ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് M2ഉമായിട്ട് നമ്മൾ എടുത്താൽ നമുക്ക് പറയാൻ പറ്റും M1 ഇൻറ്റു M2 എന്ന് പറയുന്നത് എന്തായിരിക്കും, -1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ M1 എന്ന് പറയുന്നത് എന്താ, M1 എന്ന് പറയുന്നത് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും മൈനസ് ബി ബൈ എ എന്ന് പറയാൻ പറ്റും അല്ലേ. 0 മൈനസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് 0 മൈനസ് ബി ബൈ എ ഇൻറ്റു M2 എന്ന് പറയുമ്പോൾ HK ഇവിടെ 0,0 ആണ്. സോ K മൈനസ് 0 ഡിവൈഡഡ് ബൈ H മൈനസ് 0 വിച്ച് ഈസ് K ബൈ H എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു -1 എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള മൈനസും ഇവിടെയുള്ള മൈനസും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് പറയാം
ബി ബൈ എ ഇൻറ്റു കെ ബൈ എച്ച് ഈസ് ഈക്വൽ ടു 1. നമുക്കതിൽ നിന്ന് പറയാൻ പറ്റും എച്ച് ഈസ് ഈക്വൽ ടു ബി കെ ഈസ് ഈക്വൽ ടു എ എച്ച് അല്ലേ, ബി കെ ഈസ് ഈക്വൽ ടു എ എച്ച്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു കെ ആണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, കെ ക്യാപിറ്റൽ കെ മൈനസ് എ ആയിരിക്കും. ഓക്കെ, ഈ ബി ഈസ് ഈക്വൽ ടു കെ എന്നുള്ളത് നമ്മൾ ബി ഈസ് ഈക്വൽ ടു കെ മൈനസ് എ എന്നുള്ളത് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കെ മൈനസ് എ ഇൻറ്റു സ്മോൾ കെ ഈസ് ഈക്വൽ ടു എച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ കെ ഇൻറ്റു സ്മോൾ കെ മൈനസ് എ കെ ഈസ് ഈക്വൽ ടു എ എച്ച്. അല്ലാന്നുണ്ടെങ്കിൽ കെ ഇൻറ്റു കെ ഈസ് ഈക്വൽ ടു എ കെ പ്ലസ് എ എച്ച് എന്ന് എഴുതാൻ പറ്റും. ഈസ് ഈക്വൽ ടു എ ഇൻറ്റു കെ പ്ലസ് എച്ച്. ഇതിനെ നമ്മൾ മാറ്റിയിട്ട് കെ ഇൻറ്റു കെ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു കെ പ്ലസ് എച്ച് എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് എച്ച്. എനെ കെ ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് എച്ച് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എഗെയിൻ ഇവിടെ നമുക്ക് പറയാൻ പറ്റും എ ഈസ് ഈക്വൽ ടു കെ മൈനസ് ബി. ഈ എ ഈസ് ഈക്വൽ ടു കെ മൈനസ് ബി എന്നുള്ളത് ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബി ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് എച്ച് എന്നും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് എയും ബിയുടെയും വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ടുള്ള എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1 എന്നതിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1. ഇതിനെ നമ്മൾ എക്സ് ബൈ കെ ഇൻറ്റു കെ പ്ലസ് എച്ച് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എച്ച് ടു കെ ഇൻറ്റു കെ പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു 1. ഈ ഒരു ഇക്വേഷനിൽ ഈ രണ്ട് പാർട്ടിൽ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എച്ച് വെച്ച് ഡിവൈഡ് ചെയ്യും. ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സ്മോൾ കെ വെച്ചിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് രണ്ട് ഡിനോമിനേറ്ററും ഈക്വൽ ആക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു എക്സ് ഇൻറ്റു കെ പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു കെ പ്ലസ് ഇവിടെ സ്മോൾ കെ ഡിവൈഡഡ് ബൈ സ്മോൾ കെ ഇൻറ്റു വൈ ഇൻറ്റു കെ പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു കെ ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എച്ച് പ്ലസ് കെ എന്നുള്ളത് കോമൺ ആയിട്ട് എടുത്താൽ, അല്ലാന്നുണ്ടെങ്കിൽ കെ പ്ലസ് എച്ച് അല്ലെങ്കിൽ എച്ച് പ്ലസ് കെ എന്നുള്ളത് കോമൺ ആയിട്ട് നമുക്ക് എടുത്താൽ നമുക്ക് പറയാൻ പറ്റും ബാക്കി എന്താ ഉള്ളത് എച്ച് എക്സ് ഡിവൈഡഡ് ബൈ കെ എച്ച് കെ പ്ലസ് കെ വൈ ഡിവൈഡഡ് ബൈ കെ എച്ച് കെ ഈക്വൽ ടു 1. ഇനി നമുക്കറിയാം ഇതെന്താണ്, ഇതിപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓഫ് ലൈനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. നമുക്കറിയാം ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് എച്ച് കോമ കെ എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യും അല്ലേ. എച്ച് കോമ കെ എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഈ എക്സിനും വൈക്കും നമുക്ക് എച്ച് എന്നും കെ എന്നും കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എച്ച് കോമ കെയിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും, എച്ച് പ്ലസ് കെ ഇൻറ്റു എച്ച് ഇൻറ്റു എക്സിനെ നമ്മൾ എച്ച് എന്ന് എടുത്താൽ എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ എച്ച് കെ പ്ലസ് കെ ഇൻറ്റു കെ ആണ് വരിക. വൈന് നമ്മൾ കെ കൊടുക്കും, അതായത് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ എച്ച് കെ ഈക്വൽ ടു 1 എന്ന് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എച്ച് പ്ലസ് കെ ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ കെ എച്ച് കെ ഈക്വൽ ടു 1, which implies h plus k into h square plus k square is equal to ഈ കെ എച്ച് കെനെ നമ്മൾ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം ഇവിടെ ഇൻറ്റു കെ എച്ച് കെ 1 ഇൻറ്റു കെ എച്ച് കെ അല്ലാന്നുണ്ടെങ്കിൽ കെ എച്ച് കെ എന്ന് വരും. ഇപ്പോൾ നമുക്ക് എച്ച് പ്ലസ് കെ ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ എച്ച് കെ എന്നൊരു ഇക്വേഷനിലേക്ക് നമുക്ക് എത്തി. അതായത് എച്ച് പ്ലസ് കെ ഇൻറ്റു എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ എച്ച് കെ.
ഇതിൽ നമ്മൾ എച്ച് കെ എന്നുള്ളത് ആ ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ ലൈ ചെയ്യുന്ന ആ പോയിൻ്റാണ് എച്ച് കോമ കെ. അപ്പോൾ ആ ഒരു പോയിന്റിനെ നമ്മൾ ജനറലായിട്ട് എഴുതുമ്പം എച്ച് കെ എന്നുള്ളതിന് പകരം എക്സ് വൈ എന്ന് എഴുതിയാൽ നമുക്ക് പറയാൻ പറ്റും എക്സ് പ്ലസ് വൈ ഈസിക്കൽ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസിക്കൽ ടു ക്യാപിറ്റൽ കെ ഇൻറ്റു എക്സ് വൈ എന്ന് എഴുതാൻ പറ്റും. സോ ഇതാണ് ആ ഒരു ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലാറിൻ്റെ ലോക്കസ് എന്ന് പറയുന്നത്. ലോക്കസ് ഓഫ് ദി ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലാർ എച്ച് കോമ കെ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസിക്കൽ ടു കെ ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്നായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സ്ട്രേറ്റ് ലൈൻ ഓൺ വിച്ച് ദ പെർപെൻഡിക്കുലർ ഫ്രം origin makes an angle 30 degree with positive x-axis and which forms a triangle of area 50 by root 3 square units with the coordinate axis. അപ്പോൾ നമ്മളൊരു കോർഡിനേറ്റ് ആക്സസ് എടുത്തിട്ട് ഇതിൽ എക്സ് വൈ എക്സ് ഡാഷ് വൈ ഡാഷ് ആണിത്. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ലൈൻ ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ആൻഡ് ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് എക്സാക്സിസുമായിട്ട് 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ആദ്യം വരച്ചാൽ ഇവിടെ ഈ പെർപെൻഡിക്കുലർ 30 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ആയിരിക്കും അല്ലേ? ഈ ഒരു ഇവിടെ 90 ഡിഗ്രി ഉണ്ടാക്കും. സോ ഇങ്ങനെ ഒരു ലൈൻ ആയിരിക്കും ആ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇപ്പോൾ 30 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. കാരണം നമുക്കറിയാം എക്സ് വൈ ആക്സിസിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. ഒ എ ബി എന്ന് നമ്മൾ കൊടുത്താൽ ഇവിടെ നമുക്ക് എൻ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒ എ എന്നുള്ള ഡിസ്റ്റൻസ് എ എന്നെടുക്കാം, ഒ ബി എന്നുള്ള ഡിസ്റ്റൻസിന് ബി എന്നെടുക്കാം, അഗെയിൻ ഈ ഒ എൻ എന്നുള്ള ഡിസ്റ്റൻസ് പി എന്നെടുക്കാം. ഓക്കെ. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ട്രയാങ്കിളിൻ്റെ, അതായത് കോർഡിനേറ്റ് ആക്സിസുമായിട്ട് ഈ ഒരു ലൈൻ ഉണ്ടാക്കുന്ന ആ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആ ഒരു ട്രയാങ്കിളാണ് ഏത്? ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്നത്. ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്നത്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒ എ ബി ഈസ് ഈക്വൽ ടു 50 ബൈ റൂട്ട് 3 അല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്നത് 50 ബൈ റൂട്ട് 3 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ഒ എൻ എന്നുള്ളതിന് എന്ത് കൊടുത്തു? പി എന്ന് വിളിച്ചു. ഒ എനെ നമ്മൾ എന്ത് വിളിച്ചു? എ എന്ന് വിളിച്ചു. ആൻഡ് ഒ ബിനെ നമ്മൾ ബി എന്ന് വിളിച്ചു അല്ലേ? ഇനി നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത്, അതായത് ഈ ഒ എൻ എ, ഓക്കെ, ഈ ഒ എൻ എ അല്ലെങ്കിൽ ഒ എ എൻ എന്നുള്ള ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻ ട്രയാങ്കിൾ ഒ എ എൻ നമുക്കറിയാം 30 ഡിഗ്രി ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ് 30 എന്തായിരിക്കും? കോസ് 30 ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും കോസ് 30 അഡ്ജസെൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ അഡ്ജസെൻറ്റ് എന്ന് പറയുന്നത് ഏതാ? ഒ എൻ ആണ്. ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് ഒ എ ആണ്. ഈസ് ഈക്വൽ ടു ഒ എന്നിന് നമ്മൾ എന്താ കൊടുത്തത്? ഒ എന്നിന് നമ്മൾ പി എന്നും കൊടുത്തു, ഒ എക്ക് നമ്മൾ എ എന്നും കൊടുത്തു. അഗെയിൻ നമുക്കറിയാം കോസ് 30 എന്ന് പറഞ്ഞാൽ റൂട്ട് 3/2 ആണ്. സോ റൂട്ട് 3/2 ഈസ് ഈക്വൽ ടു പി ബൈ എ എന്ന് പറയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എ കണ്ടുപിടിക്കാം. എ ഈസ് ഈക്വൽ ടു 2p ഡിവൈഡഡ് ബൈ റൂട്ട് 3. ഓക്കെ, ഇത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. എൻ്റെ വാല്യൂ നമുക്ക് 2p ബൈ റൂട്ട് 3 എന്ന് കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് ഈ ഒരു ഒ എൻ ബി, ഈ ഒ എൻ ബി അല്ലെങ്കിൽ ഒ ബി എൻ എന്നുള്ള ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്കറിയാൻ പറ്റും ഇവിടെ ആംഗിൾ 60 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ് 60 എന്തായിരിക്കും? ഈ ആംഗിളിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള പി, അതെ, ഒ എൻ ഡിവൈഡഡ് ബൈ ഒ ബി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പി ബൈ ബി ആയിരിക്കും. അപ്പോൾ കോസ് 60 നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 60 ഈസ് ഈക്വൽ ടു ഒ എൻ ബൈ ഒ ബി വിച്ച് ഈസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ ബി എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഒ എൻ ബൈ അഡ്ജസെൻറ്റ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്, ഒ എൻ ബൈ ഒ ബി എന്ന് പറഞ്ഞാൽ പി ഡിവൈഡഡ് ബൈ ബി എന്ന് നമുക്ക് എഴുതാം.
എഗെയിൻ നമുക്കറിയാം cos 60 എന്ന് പറയുന്നത് എന്താ? cos 60 എന്ന് പറഞ്ഞാൽ 1/2 = p/b എന്ന് എഴുതാൻ പറ്റും. ഇതിൽ നമുക്ക് ബീൻ്റെ വാല്യൂ എങ്ങനെ എഴുതാം? b = 2p. b = 2p എന്ന് എഴുതാം. ഇത് അഗെയിൻ ഇക്വേഷൻ 2 എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു വാല്യൂയും കിട്ടി, ബീൻ്റെ ഒരു വാല്യൂയും കിട്ടി. എ എന്ന് പറഞ്ഞാൽ 2p, എക്ക് നമുക്ക് 2p/√3 എന്നും ബിക്ക് നമുക്ക് 2p എന്നും കിട്ടി. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഏരിയ ഓഫ് ട്രയാങ്കിൾ OAB തന്നിട്ടുണ്ട് അല്ലേ? OAB = ഏരിയ ഓഫ് ട്രയാങ്കിൾ OAB നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ട്രയാങ്കിൾ OAB എത്രയാണ് തന്നിട്ടുണ്ട്? 50/√3 ആണ് തന്നിട്ടുണ്ട്. നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട്, അതായത് ഹാഫ് BH എന്നുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ഹാഫ് BH എന്ന് പറയുമ്പം ഹാഫ് ഇൻറ്റു ഇവിടെ ബേസ് എന്ന് പറയുന്നത് A ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഈ ഒരു B ആണ്. സോ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ OAB നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഹാഫ് ഇൻറ്റു A × B എന്ന് എഴുതാം അല്ലേ? ഹാഫ് ഇൻറ്റു A × B. ഇനി നമുക്ക് അറിയാം എയും ബിയും എന്താ നമുക്ക് കിട്ടി? ഹാഫ് ഇൻറ്റു എനെ നമുക്ക് 2p/√3 എന്നും ഇൻറ്റു ബീനെ നമുക്ക് 2p എന്നും എഴുതാം. This is equal to what? This is equal to this area. Okay, 50/√3. This is equal to 50/√3. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു 2p, 2 ക്യാൻസലായി, ബാക്കി എന്താ ഉള്ളത്? 2p² / √3 = 50/√3 എന്ന് കിട്ടും. √3 ഇവിടെ നിന്ന് ക്യാൻസലായി, 250 ഇവിടെ 25 വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്ന് നമുക്ക് p² = 25 എന്ന് കിട്ടും. p = നമുക്ക് +or-5 എന്നെടുക്കാൻ പറ്റും. അതായത് നമുക്ക് +5 മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ p എന്ന് പറയുന്നത് എന്താ? ഒരു ഡിസ്റ്റൻസ് ആണ്. സോ നമുക്ക് p എന്നുള്ളത് 5 എന്നുള്ളതേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? പീൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് ഇവിടുത്തെ ഈ ഒരു ആംഗിളിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന, ഈ ഒരു ലൈനിൻ്റെ പെർപെൻഡിക്കുലർ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിളും നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നോർമൽ ഫോം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, അതായത് നോർമൽ ഫോമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x cos α + y sin α = p എന്നാണ് നോർമൽ ഫോമിൻ്റെ ഇക്വേഷൻ വരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് ആൽഫ? ആൽഫ എന്ന് പറയുന്നത് എന്താ? ആൽഫ നമുക്കറിയാം ഇവിടെ ഉണ്ട്. ആൽഫ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളാണ്, 30 എന്ന് കിട്ടി. പി എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് പി എന്ന് പറയുന്നത്. സോ ആൽഫയും നമുക്കറിയാം, പിയും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? ഇക്വേഷൻ നമുക്ക് x cos 30 + y sin 30 = p നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, which is equal to 5 ആണ്. സോ നമുക്ക് is equal to 5 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ x cos 30 എന്നുള്ളത് x × √3/2 + y sin 30 എന്ന് പറയുമ്പോൾ y × 1/2 = 5 എന്ന് വരും. ഇതിനൊന്ന് നമ്മൾ 2 വെച്ചിട്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? √3x + y = 10. ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ ഓഫ് ദി ലൈൻ കിട്ടി. സോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ നോർമൽ ഫോം വെച്ചിട്ട് കണ്ടുപിടിച്ചു. x cos α + y sin α = p എന്ന് പറയുമ്പോൾ നമുക്ക് √3x + y = 10 എന്നൊരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. സോ ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ ലൈൻ L passes through the points 1,1 and 0,2 and another line M that is perpendicular to L passes through the point 0, -1/2. The area of the triangle formed by these lines with y axis. സോ ഒരു കോർഡിനേറ്റ് ആക്സിസ് ഉണ്ട്. ഇതിൽ നമുക്ക് 1,1ലും 0,2ലും രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1,1 എന്നുള്ളത് ഏകദേശം ഇവിടെ വരും അല്ലേ? 1,1 ആൻഡ് 0,2 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിൻ്റാണ് 0,2 എന്ന് പറയുന്നത്. ഇതാണ് 0,2. 1,1 എന്നുള്ളത് ഈ ഒരു പോയിൻ്റ് ഉണ്ട്. നമുക്ക്
അപ്പോൾ എൽ എന്നുള്ള ലൈന് എങ്ങനെ വരും? എൽ എന്നുള്ള ലൈന് ഈ രണ്ട് പോയിന്റിലൂടെയും കടന്നു പോകണം അല്ലേ? അങ്ങനെയാണെങ്കിൽ എൽ എന്നുള്ള ലൈന് ഇങ്ങനെ ഒരു ലൈൻ ആയിരിക്കും എൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ള അനദർ ലൈൻ എം ഉണ്ട്. ഓക്കെ, ഇത് എൽ എന്നുള്ള ലൈനാണ്. അനദർ ലൈൻ എം ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു എൽ. എല്ലിന് പെർപെൻഡിക്കുലർ ആയിട്ട് എം എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. അത് ഏത് പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്? 0,-1/2. 0,-1/2 എങ്ങനെ വരും? ഇത് -1 ആണ്, ഇത് -2 ആണ്. 1 2 ഇങ്ങനെയാണെങ്കിൽ 0,-1/2 എന്ന പോയിന്റ് ഇവിടെ വരും. ഇതാണ് -1/2, അതായത് -1/2 എന്ന് പറയുമ്പോൾ -0.5. അപ്പം -1ൻ്റെയും 0ൻ്റെയും ഇടയിൽ വരും. ഇതാണ് ഒറിജിൻ. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ആയിരിക്കും എന്ത്? ഈ ഒരു പോയിന്റ് ആയിരിക്കും -1/2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിലൂടെ കടന്നു പോവുകയും വേണം, ഈ ഒരു എല്ലിന് പെർപെൻഡിക്കുലർ ആവുകയും വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലിന് പെർപെൻഡിക്കുലർ പോലെ ഇങ്ങനെ വരച്ചു നോക്കാം. ഓക്കെ, സോ എല്ലിന് പെർപെൻഡിക്കുലർ ആയി. ഇവിടെ എല്ലിന് പെർപെൻഡിക്കുലർ ആണ്. ഈ ലൈൻ എന്താണ്? എം ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഏകദേശം ഒരു ഫിഗർ വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഈ ഒരു 0,2 എന്നുള്ളത് ഞാൻ പി എന്ന് കൊടുത്തു. 0,-1/2 എന്നുള്ളത് ഞാൻ ക്യൂ എന്ന് കൊടുത്തു. 0,-1/2. അഗെയിൻ നമുക്ക് ഈ ഒരു പോയിന്റിനെ ആർ എന്ന് വിളിക്കാം. ഈ ഒരു പോയിന്റ് ആർ എന്ന് വിളിക്കാം. ഈ ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ ദീസ് ലൈൻസ് വിത്ത് വൈ ആക്സിസ്. അതായത് ഈ ഒരു വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ട്രയാങ്കിൾ, ഈ രണ്ട് ലൈൻസ് ഈ വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു PQR എന്ന് പറഞ്ഞിരുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ ഈ ഒരു PQ എന്നുള്ള ഒരു ഭാഗം നമ്മൾ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഇതായിരിക്കും ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ? ആറിലേക്കുള്ള ഈ ഒരു പെർപെൻഡിക്കുലർ ആയിരിക്കും, ആറിൽ നിന്ന് ഈ PQയിലേക്കുള്ള പെർപെൻഡിക്കുലർ ആയിരിക്കും ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ PQവും ഈ ഒരു ഡിസ്റ്റൻസും കണ്ടുപിടിച്ചാൽ നമുക്ക് ഏരിയ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ആറിൻ്റെ കോർഡിനേറ്റ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ആറിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എല്ലിൻ്റെ ഇക്വേഷൻ, എൽ എന്ന ലൈനിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. എൽ എന്ന ലൈന് 1,1 എന്ന പോയിന്റിലൂടെയും 0,2 എന്ന പോയിന്റിലൂടെയും കടന്നു പോകുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 പോയിന്റ് ഫോം വെച്ചിട്ട് എല്ലിൻ്റെ ഇക്വേഷൻ എന്തെന്ന് പറയാൻ പറ്റും? ഇക്വേഷൻ ഓഫ് എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 പോയിന്റ് ഫോം എന്ന് പറഞ്ഞാൽ y - y1 = y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ഇൻറ്റു x - x1 അല്ലേ? 2 പോയിന്റ് ഫോം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു 2 പോയിന്റ് ഫോമിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? y മൈനസ് ഇത് x1 y1 ആക്കിയിട്ട് എടുത്താൽ ഇത് x2 y2 ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും y - 1 = y2 - 1 ഡിവൈഡഡ് ബൈ 0 - 1 ഇൻറ്റു x - x1 എന്നുള്ളത് 1 ആണ്. ഇത് നമുക്ക് എന്തെന്ന് കിട്ടും? y - 1 = 2 - 1 ഡിവൈഡഡ് ബൈ -1 ഇൻറ്റു x - 1 is equal to y - 1 ഇൻറ്റു -1 ഇൻറ്റു x. ഇത് ഈ ഒരു ഹോൾ -1 ആയിട്ട് മാറും. അപ്പം -1 ഇൻറ്റു x എന്ന് പറയുന്നത് -x -1 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -2 സോറി -1 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ +1. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ y = എന്തെന്ന് പറയാൻ പറ്റും? -x +2 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതൊരു ഇക്വേഷൻ 1 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അഗെയിൻ നമ്മൾ എൽ എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് കണ്ടു. എൽ എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടു. ഇനി എം എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് നോക്കാം. നമുക്കറിയാം എം എന്ന് പറയുന്ന ലൈൻ എല്ലിന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലിൻ്റെ സ്ലോപ്പ് എന്താ? എല്ലിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ആ സ്ലോപ്പ് എന്ന് പറയുന്നത് -1 ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയല്ലേ? ഈ ഒരു സ്ലോപ്പ് എന്ന് പറയുന്നത് -1 ആണ് നമുക്ക് കിട്ടി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ 2 പോയിന്റ് വെച്ചിട്ട് സ്ലോപ്പ് കണ്ടുപിടിച്ചാലും -1 തന്നെ കിട്ടും. അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. സോ എല്ലിൻ്റെ സ്ലോപ്പ് = സ്ലോപ്പ് ഓഫ് എൽ = -1 ആണെങ്കിൽ നമുക്കറിയാം സ്ലോപ്പ് ഓഫ് എം എന്തായിരിക്കും?
എം വിൽ ബി -1 ഡിവൈഡഡ് ബൈ -1 ആയിരിക്കും അല്ലേ. നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് m1 ഇൻറ്റു m2 ഈസ് ഈക്വൽ ടു -1 എന്നായിരിക്കും. ഏത് കേസിൽ? പെർപെൻഡിക്കുലർ ലൈൻസിൻ്റെ കേസിൽ m1 ഇൻറ്റു m2 ഈസ് ഈക്വൽ ടു -1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് എല്ലും സ്ലോപ്പ് ഓഫ് എമ്മും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1 എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് എം ഈസ് ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ സ്ലോപ്പ് ഓഫ് എൽ ആയിരിക്കും. -1 ഡിവൈഡഡ് ബൈ സ്ലോപ്പ് ഓഫ് എൽ എന്ന് പറയുന്നത് -1 ഡിവൈഡഡ് ബൈ -1 വിച്ച് ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ലോപ്പ് ഓഫ് എം കിട്ടി അല്ലേ. സ്ലോപ്പ് ഓഫ് എം കിട്ടി. എമ്മിലൊരു പോയിന്റ്, എമ്മിൻ്റെ സ്ലോപ്പ് ഓഫ് എം കിട്ടി. ഈ ഒരു ലൈനിൻ്റെ സ്ലോപ്പും കിട്ടി. ആ ഒരു ലൈനിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇൻ്റർസെപ്റ്റ് ഫോം വെച്ചിട്ട് എന്ത് പറയാൻ പറ്റും? ഇക്വേഷൻ ഓഫ് എം എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു mx പ്ലസ് c വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും എന്ത്? y ഈസ് ഈക്വൽ ടു എം എത്രയാ? 1 എന്ന് കിട്ടി. 1 ഇൻറ്റു എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് -1/2 ആണ് അല്ലേ. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ -1/2 ആണ് ഈ വൈ ഇൻ്റർസെപ്റ്റ് വരുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? y ഈസ് ഈക്വൽ ടു എക്സ് -1/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ 2 എന്നെടുക്കാം. നമുക്ക് എല്ലിൻ്റെ ഇക്വേഷനും കിട്ടി, എമ്മിൻ്റെ ഇക്വേഷനും കിട്ടി. ഇനി നമുക്ക് ആറിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ആർ എന്ന പോയിന്റ് ഈ എം എന്ന ലൈനിലും ഉണ്ട്, എൽ എന്ന ലൈനിലും ഉണ്ട് അല്ലേ. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ് ആർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആർ എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എം എന്ന ലൈനിൻ്റെ ഇക്വേഷനെയും സാറ്റിസ്ഫൈ ചെയ്യും, എൽ എന്ന ലൈനിൻ്റെ ഇക്വേഷനെയും സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ഇക്വേഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നതായിരിക്കും ആർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ ഈ 1ഉം 2ഉം ഈക്വലായി വരുന്ന ഒരു സിറ്റുവേഷനിൽ കിട്ടുന്ന എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ആയിരിക്കും ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എക്സിൻ്റെയും വൈൻ്റെയും കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഇവിടെ y ഈക്വൽ ടു എക്സ് -1/2 കിട്ടി, ഇവിടെ y ഈക്വൽ ടു -x+2 കിട്ടി. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് നോക്കാം. എക്സ് -1/2 ഈസ് ഈക്വൽ ടു -x+2. ഇത് നമുക്ക് 2x ഈസ് ഈക്വൽ ടു 2 + 1/2. 2x ഈസ് ഈക്വൽ ടു 4 + 1/2 എന്ന് പറയുമ്പോൾ 2 + 1/2 എന്ന് പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5/2 എന്ന് വരും. ഇപ്പോൾ x ഈക്വൽ ടു എന്ത് വരും? 5/4 എന്ന് വരും. ഓക്കെ, എക്സ് 5/4 എന്ന് കിട്ടി. എക്സ് 5/4 എന്ന് കിട്ടിയാൽ നമുക്ക് വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ചുകൂടെ? y ഈസ് ഈക്വൽ ടു -x+2 ആണ്. അങ്ങനെയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു -5/4 + 2 which is equal to -5 plus 2 into 4 8 divided by 4 which is equal to -5 plus 8 എന്ന് പറയുമ്പം 3 divided by 4 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5/4ഉം വൈൻ്റെ വാല്യൂ 3/4ഉം അല്ലേ. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5/4, 3/4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടി എന്ത്? ഈ ഒരു ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റിന് ഈക്വൽ ആയിരിക്കും അല്ലേ. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റിന് ഈക്വൽ ആയിരിക്കും വിച്ച് ഈസ് ഈക്വൽ 5/4. അപ്പോൾ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 5/4ന് ഈക്വൽ ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ബേസ് എന്ന് പറയുന്നത് 2 - -1/2 അല്ലേ. 2 - -1/2 ഈ ബേസ് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എന്താ? 2 ആണ്. ഈ ഒരു ചെറിയ ലെങ്ത് എന്ന് പറയുന്നത് 1/2 ആണ്. 2 + 1/2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും? ബേസ് ഈക്വൽ ടു 2 + 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 5/2 അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു 5/2. ഇനി ഹൈറ്റ് എന്താ? ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ? ബേസ് നമുക്ക് കിട്ടി 5/2. ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് അല്ല, ഇവിടുത്തെ എക്സ് വാല്യൂ എന്താണോ ആ സെയിം തന്നെയാണ് ഇവിടുത്തെ ഹൈറ്റ് വരുന്നത് അല്ലേ. അത് എത്രയാണ്? 5/4 ആണെന്ന് നമുക്ക് ചെയ്തപ്പോൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു 5/4. അങ്ങനെയാണെങ്കിൽ ഏരിയ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? ബേസ് കിട്ടി 5/2, ഹൈറ്റ് കിട്ടി 5/4. അങ്ങനെയാണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു ½ BH അല്ലേ. അപ്പം ½ ഇൻറ്റു 5/2 ഇൻറ്റു 5/4 which is equal to 25/16. ഇങ്ങനെ ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. 25/16 എന്ന ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും.
ഏരിയ ഓഫ് പി ക്യു ആർ അല്ലേ, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് 5/4 എന്ന് എഴുതാൻ പറ്റും. ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ഇസ് ഈക്വൽ ടു 25/16 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ ദാറ്റ് പാസസ് ത്രൂ ദ പോയിന്റ് എ 2,3 ആൻഡ് മേക്സ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ് എന്ന് തന്നിട്ടുണ്ട്. ഇഫ് ദിസ് ലൈൻ മീറ്റ്സ് ദ ലൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് 1 = 0 അറ്റ് പോയിന്റ് പി ദെൻ ഡിസ്റ്റൻസ് എ പി ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കോർഡിനേറ്റ് ആക്സിസ് വരച്ച് നോക്കുക, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ 2,3 എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് എ എന്ന് പറയുന്നത് ഏകദേശം 2, 3 എന്ന് പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് എവിടെ വരും, ഈ ഒരു പോയിന്റിൽ വരും അല്ലേ, ഈ ഒരു പോയിന്റിൽ വരും. ഓക്കെ, 2,3 ഈ ഒരു പോയിന്റ് എ 2,3 ഇത് എക്സ് ആക്സിസുമായിട്ട് 45 ഡിഗ്രി ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഏകദേശം എങ്ങനെ വരും, ഇങ്ങനെ ആയിരിക്കും ഏകദേശം ആ ഒരു ലൈൻ വരുന്നത്. ഈ ഒരു ആംഗിൾ ആയിരിക്കും എന്ത് 45 ഡിഗ്രി എന്ന് പറയുന്നത്, 45 ഡിഗ്രി. അഗെയിൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇഫ് ദിസ് ലൈൻ മീറ്റ്സ് ദ ലൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് 1 = 0 എന്ന ലൈന് മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് 1 എങ്ങനെയായിരിക്കും, എക്സ് പ്ലസ് വൈ പ്ലസ് 1ൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും, എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ വൈക്ക് നമ്മൾ 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ. വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു -1 എന്ന് കിട്ടും, എക്സ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഏകദേശം -1 എന്നൊരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈനാണ് -1. അഗെയിൻ വൈ കോർഡിനേറ്റ് നമ്മൾ വൈ ഇൻ്റർസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സിന് 0 ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു -1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഏകദേശം ആ ഒരു ലൈൻ എങ്ങനെ വരും, -1 വൈ കോർഡിനേറ്റ് -1, അതായത് 0,-1ലൂടെയും -1,0യിലൂടെയും കടന്നു പോകുന്ന ഒരു ലൈനായിരിക്കും അത്. ഏകദേശം ഇങ്ങനെ ഒരു ലൈനായിരിക്കും. സോ നമുക്ക് ഇവിടെ ഈ ഒരു പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനെ പി എന്ന് പറഞ്ഞു. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള എ പി എന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എ പി എന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ നമുക്ക് ഒരു ലൈനിലെ എ എന്നൊരു പോയിന്റ് തന്നിട്ടുണ്ട്, 2 പോയിന്റ് എയും പിയും തന്നിട്ടുണ്ട്, ആംഗിളും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാരാമെട്രിക് ഫോം ഉപയോഗിച്ച് എന്ത് പറയാൻ പറ്റും, എക്സ് മൈനസ് h ബൈ കോസ് ആൽഫ ഇസ് ഈക്വൽ ടു y മൈനസ് കെ ബൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ആർ എന്ന് പറയാൻ പറ്റും. ആർ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്, ആർ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. എച്ചും കെയും എന്ന് പറയുന്നത് ഈ ഒരു എ എന്നുള്ള പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. ആൻഡ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്, 45 ഡിഗ്രി ആണ്. ആൽഫ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പാരാമെട്രിക് ഫോം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് എഴുതാൻ പറ്റും. എക്സ് മൈനസ് എച്ച് എന്ന് പറയുമ്പോൾ 2 ഡിവൈഡഡ് ബൈ കോസ് ആൽഫ എന്ന് പറയുമ്പോൾ കോസ് 45 ഇസ് ഈക്വൽ ടു വൈ മൈനസ് കെ എന്ന് പറയുന്നത് ഇതിൻ്റെ വൈ കോർഡിനേറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ സൈൻ 45 ഇസ് ഈക്വൽ ടു ആർ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എക്സ് മൈനസ് 2 ബൈ കോസ് 45 ഇസ് ഈക്വൽ ടു വൈ മൈനസ് 3 ബൈ സൈൻ 45. അത് നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ എക്സ് മൈനസ് 2 ബൈ കോസ് 45 എന്നത് നമുക്കറിയാം എത്രയാണ്, 1/√2 is equal to y minus 3 divided by again sin 45 is 1/√2. അങ്ങനെയാണെങ്കിൽ 1/√2 ഇവിടുന്ന് ക്യാൻസലായി നമുക്ക് എന്ത് കിട്ടും, എക്സ് മൈനസ് 2 is equal to y minus 3 എന്ന് പറയുമ്പം എക്സ് മൈനസ് വൈ പ്ലസ് 1 is equal to 0. എക്സ് മൈനസ് വൈ പ്ലസ് 1 is equal to 0 എന്നൊരു ഇക്വേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് കിട്ടി, എക്സ് മൈനസ് വൈ പ്ലസ് 1 is equal to 0 എന്ന് കിട്ടി. എഗെയിൻ നമുക്കറിയാം പാരാമെട്രിക് ഫോമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 പോയിന്റ് ഉണ്ടെങ്കിൽ
ഈ പോയിന്റ് പീനെ നമ്മൾ എക്സ് വൈ എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എക്സ് മൈനസ് എച്ച് ബൈ കോസ് ആൽഫ ഇസിക്കൽ വൈ മൈനസ് കെ ബൈ സൈൻ ആൽഫ ഇസിക്കൽ ടു ആർ. ആർ എന്നുള്ളത് ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് വൈ എന്തായിരിക്കും, ഈ പീൻ്റെ എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു ആർ കോസ് ആൽഫ പ്ലസ് എച്ച് ആയിരിക്കും അല്ലേ. എക്സ് എന്ന് പറയുമ്പോൾ ആർ കോസ് ആൽഫ പ്ലസ് എച്ച് ആയിരിക്കും. വൈ എന്ന് പറയുമ്പം ആർ സൈൻ ആൽഫ പ്ലസ് കെ ആയിരിക്കും അല്ലേ. പാരാമെട്രിക് ഫോമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ആർ കോസ് ആൽഫ പ്ലസ് എച്ചും ആർ സൈൻ ആൽഫ പ്ലസ് കെയും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോർഡിനേറ്റ്സ് ഓഫ് പി എന്നുള്ളത് എന്ത് പറയാൻ പറ്റും, എക്സ് ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് ആർ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എച്ച് പ്ലസ് ആർ കോസ് തീറ്റ 2 പ്ലസ് ആർ കോസ് 45 ഈസ് ഈക്വൽ ടു 2 പ്ലസ് ആർ ബൈ റൂട്ട് 2 എന്ന് കിട്ടും. വൈൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 3 പ്ലസ് ആർ സൈൻ 45 വിച്ച് ഈസ് ഈക്വൽ ടു 3 പ്ലസ് ആർ ബൈ റൂട്ട് 2 എന്നും കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പി എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്തെന്ന് കിട്ടി, 2 പ്ലസ് ആർ ബൈ റൂട്ട് 2ഉം 3 പ്ലസ് എക്സ് കോർഡിനേറ്റ് 2 പ്ലസ് ആർ ബൈ റൂട്ട് 2യും വൈ കോർഡിനേറ്റ് 3 പ്ലസ് ആർ ബൈ റൂട്ട് 2 എന്നും കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റ് ഏതൊരു ലൈനിലാണ് കിടക്കുന്നത്, ഈ ഒരു ലൈനിൽ കിടക്കുന്നുണ്ട് അല്ലേ. ഈ ഒരു ലൈനിൽ കിടക്കുന്നുണ്ട്. ആ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഈ ഒരു എക്സ് പ്ലസ് വൈ പ്ലസ് 1 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഇട്ട് കൊടുത്താൽ എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ പോയിന്റ് പി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, എക്സിൻ്റെ 2 പ്ലസ് ആർ ബൈ റൂട്ട് 2 പ്ലസ് 3 പ്ലസ് ആർ ബൈ റൂട്ട് 2 പ്ലസ് 1 ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 5 പ്ലസ് 2r by root 2 6 plus 2r by root 2 is equal to 0 എന്ന് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ 2r by root 2 is equal to -6 എന്ന് കിട്ടണം. ഓക്കെ, 6 2 ക്യാൻസലായി, ഇവിടെ -3 എന്നാവും. അതായത് r is equal to -3 root 2 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആറിന് നമ്മൾക്ക് -3 root 2 എന്നൊരു വാല്യൂ കിട്ടി. നമുക്കറിയാം നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ, ദെൻ ദ ഡിസ്റ്റൻസ് എ പി ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇതെന്താണ്, ആറാണെന്ന് നമുക്കറിയാം, ആറാണെന്ന് നമ്മളെടുത്തു. ആൻഡ് ഈ ഒരു ആർ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വാല്യൂ വരില്ല അല്ലേ, അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മോഡ് ഓഫ് ആർ എടുക്കണം, വിച്ച് ഈസ് ഈക്വൽ ടു 3 root 2 ആണ് എന്തെന്ന് വരിക, ഡിസ്റ്റൻസ് എ പി എന്ന് പറയുന്നത് 3 root 2 ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെഷനിൽ വരുന്നത്. ബാക്കി ഭാഗങ്ങളായിട്ട് നെക്സ്റ്റ് ഒരു സെഷനിൽ കാണാം. താങ്ക് യു.